കറക്റ്റ് ആയിട്ടിരുന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് കാണിച്ചേ. ഓക്കെ ഒന്ന് കാണിച്ചെല്ലാരും. ഓ അതിങ്ങനെ എന്റെ ദൈവം ഭയങ്കര പതുക്കെ എത്തണത്. ഇതെന്താണ്, ഇത് ഉറക്കത്തിലാണോ എല്ലാവരും? ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച. ചെറുതായിട്ടൊന്ന് ഉറങ്ങണൊക്കെ ഉണ്ട് അല്ലേ? ഇവിടെ ഡാനിയിൽ ഉറക്കം പോവാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ലേ ഡാനി? അല്ലേ? നല്ലതാണ്, നല്ലൊരു ഇതാണത് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ. ഓക്കെ എന്നൊന്ന് കാണിച്ചെല്ലാരും. നീയും കാണിക്കണോട്ടാ, അത് കൊള്ളാം. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒട്ടും തന്നെ വൈകിക്കാണ്ട്. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. നമസ്തേ. ഓക്കെ, നമസ്തേ. പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാലോ. ഇനി ലേറ്റ് ആക്കണ്ട, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി ശ്രദ്ധിച്ചേ. ഇനി നമ്മൾ ഏറ്റവും ആദ്യത്തെ യൂണിറ്റ് നമുക്ക് തിരിച്ചു വരാം. ഏറ്റവും ആദ്യത്തെ യൂണിറ്റിന്റെ പേരിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓരോ യൂണിറ്റും എങ്ങനെയാണ് ഉള്ളത്, ആ യൂണിറ്റിലുള്ള ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് ആ യൂണിറ്റിന്റെ പേരായിട്ട് കണക്ട് ആകുന്നത്, ആ കാര്യം കൂടി നമുക്ക് പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, സോ ഇക്കായി ഏക്ക്. എന്താണ് ഇക്കായി ഏക്ക് എന്ന് പറഞ്ഞാൽ? യെസ്, ഒരാൾ വിളിച്ചു സർ. ഇക്കായി ഏക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വിളിച്ചോളൂ സർ. യെസ്, അഭിരാം. എന്താണ് അഭിരാം ഈ ഇക്കായി ഏക്ക് എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞേ. ഇക്കായി ഏക്ക്. യെസ്, യൂണിറ്റ് 1 എന്നാണ് അർത്ഥം. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തൊരാളെ വിളിച്ചു സർ. എന്താണ് യൂണിറ്റ് 1ന്റെ പേര്? അത് ആര് പറയും? യെസ്, അടുത്തൊരാളെ വിളിച്ചോളൂ സർ. യെസ്, നവീൻ കൃഷ്ണ. നവീൻ, എന്താണ് നവീൻ യൂണിറ്റ് 1ന്റെ പേര് വന്നിരിക്കുന്നത്? വെരി ഗുഡ്. 10 എന്നാണ് യൂണിറ്റിന്റെ പേരടക്കം വന്നിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, 10 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അടുത്ത ആളെ വിളിച്ചോളൂ സർ. പത്ത അല്ലെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വിസ്മയ. എന്താണ് വിസ്മയ? 10 അല്ലെങ്കിൽ പത്ത എന്ന് പറഞ്ഞാൽ എന്താണ് വിസ്മയ കുട്ടി? ഒന്ന് പറഞ്ഞേ. ഇല. വെരി ഗുഡ്. പക്ഷെ പത്ത എന്ന് പറഞ്ഞാൽ ഇല. അപ്പൊ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആര് പറയും? യെസ്, അടുത്ത. യെസ്, അദ്വിക്. വിസ്മയ്ക്ക് അറിയായിരുന്നു. വെരി ഗുഡ്. അദ്വിക് ഒന്ന് പറഞ്ഞേ, എന്താണ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റക്കാണോ? ഓക്കെ, നമുക്ക് വെരി ഗുഡ്. ഇലകൾ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഈ ഇല നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന എവിടെയാണ്? വെരി ഗുഡ്, വെരി ഗുഡ്. എവിടെ? അതാരാണത് സർ? അദ്വൈക്. കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഈ ഇലകൾ കോമൺലി നമ്മൾ എവിടെയാണ് കാണുന്നത്? യെസ്, അടുത്ത സർ. റോസ് ലൂയി. എവിടെയാണ് റോസ്? നമുക്ക് ഈ ഇലകൾ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്ന് റോസ് പറഞ്ഞേ. ഒന്നുകൊണ്ടൊന്ന് പറയോ? സൗണ്ട് കേൾക്കണല്ല. ഒന്നും കൂടെ. യെസ്, അടുത്ത ആൾ വിളിച്ചു സർ. യെസ്, എവിടെയാണ് കോമൺ ആയിട്ട് നമുക്ക് ഇലകൾ കാണാൻ പറ്റുന്നത്? യെസ്, അതാരാണ് സർ? യെസ്, ആർദ്ര. എവിടെയാണ് ആർദ്ര കോമൺ ആയിട്ട് നമുക്ക് ഇല അല്ലെങ്കിൽ ഇലകൾ കാണാൻ പറ്റുന്നത്? മരത്തില്. വെരി നൈസ്. ഇനി മരത്തിന്റെ ഹിന്ദി ആര് പറയും? യെസ്, അടുത്ത ആളെ വിളിച്ചു സർ. വെരി ഗുഡ്. അനന്തേവ്. മരത്തിന്റെ ഹിന്ദി എന്താണ് അനന്തേവ്? ഓക്കെ, നമ്മൾ ഹിന്ദിയും അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഹിന്ദി. എന്തോ? പേട് അല്ലേ? ഈ പേട് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചോയെങ്കിൽ അടുത്തൊരു ചാപ്റ്റർ കാണിച്ചേ. പേട് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. എഴുതിയ ആളുടെ പേരെന്താണ്? യെസ്, അടുത്ത ആളെ വിളിച്ചേ. എന്റെ പൊന്നു ടീച്ചർ ഇപ്പല്ലേ ചോദിച്ചോളൂ, ഒന്നും കൂടെ ഒന്ന് പറ. യെസ്, വിളിച്ചോളൂ സർ. യെസ്, പവിത്ര. പവിത്ര പറഞ്ഞോളൂ, എന്താണ് ഈ എഴുതിയ ആളുടെ പേരെന്താണ്? സുശീൽ ശുക്ല എന്ന് പറയുന്ന ആളാണ് എഴുതിയിരിക്കുന്നത്. വെരി നൈസ്. ഇനി അടുത്ത ചോദ്യം, സുശീൽ ശുക്ല എഴുതിയ ഈ കവിത പേട് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അത് കിസ് വിധാ കി രചന എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? യെസ്, അടുത്തൊരാൾ വിളിച്ച സർ. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ക്ലാസ്സിൽ ഇരുന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കേൾക്കണ കാരണം കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും, അതുകൊണ്ടാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. യെസ് സർ. അർസിയ. അർസിയ. യെസ്, അർസിയ. ആരാണ് അർസിയ? അയ്യോ സോറി, ഈ പേട് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കിസ് വിധാ കി രചന എന്ന് ചോദിച്ചാൽ എന്ത് പറയും?
ഈ പേട് എന്ന് പറയുന്ന കവിത കിസ് വിധാ കി രചന ഹെ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതായത് ഈ ചാപ്റ്റർ കഹാനിയാണോ, കവിതയാണോ, ലഘുകഥയാണോ, ഡയറി ആണോ? എന്താണത്? കവിത. വെരി ഗുഡ്, കവിതയാണ് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി യെസ്, അടുത്തൊരാളെ വിളിച്ചേ സർ. അർജുൻ. യെസ്, അർജുൻ, ഈ കവിത, എന്റെ ദൈവം, അർജുനെ നീ ഇപ്പൊ കിടന്നുറങ്ങുമല്ല? ഇല്ല സർ, അർജുൻ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരണോടാ. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്യാൻ പോയാൽ മതി. ചോദ്യം ഇതാണ് അർജുൻ, ഈ കവിതയില്, ഈ നമ്മുടെ ഈ പഠിച്ച പേട് എന്ന് പറയുന്ന കവിതയിൽ പേടിനെ ആരാണെന്ന് പറഞ്ഞാണ് കവി പറയുന്നത്? പേട് ഇന്ന ആളാണ് കേട്ടോ, പേടല്ല, പക്ഷെ ഇന്ന ആളാണ്. ദർജി. വെരി ഗുഡ്. ഇനി പോയി മോൻ കഴുകിട്ട് വായോട്ടാ. ഓക്കെ, 2 മിനിറ്റ് ഉള്ളൂ, കൂടുതൽ സമയമില്ല. യെസ്, അപ്പൊ ദർജി ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് ദർജി? ഹൂ ഇസ് ദർജി? എന്താണ്, ആരാണ് ദർജി? യെസ്, അനന്ത. ആരാണ് അനന്ത? ദർജി എന്ന് പറഞ്ഞാല് എന്താണ്? വാട്ട് ഇസ് ഹിസ് ജോബ്? യെസ്, യെസ് അനന്ത, എന്താണ് ദർജി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അനന്ത? യെസ്, അടുത്ത ആൾ വിളിച്ചോളൂ സർ. അനന്തനെ പിന്നെ വിളിക്കാം. നിരഞ്ജൻ. നിരഞ്ജ ഒന്ന് പറഞ്ഞേ, ഈ ദർജി എന്ന് പറഞ്ഞാൽ അത് ആരാണ്? തയ്യൽക്കാരനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ 10:10, അതായത് കണക്ട് ചെയ്താണ് നമ്മുടെ ഓരോ ചാപ്റ്ററും കിടക്കുന്നത്. ഓരോ ചാപ്റ്റർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററും കണക്റ്റഡ് ആണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാണ്ട് വെറുതെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു പോകരുത്. എന്തുകൊണ്ടാണ് ഈ ചാപ്റ്ററിന് ഈ ഒരു പേര് വന്നത്, അല്ലെങ്കിൽ ആ യൂണിറ്റ്. അപ്പൊ ഇതാണ് മനസ്സിലാക്കുന്നത്, യൂണിറ്റിന് ഒരു പേരുണ്ടെങ്കിൽ, യൂണിറ്റിന് ഒരു തീം ഉണ്ടെങ്കിൽ അതിന്റെ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക, നമുക്ക് പഠിക്കുവാനായിട്ട് ഉണ്ടാവുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് കാണിച്ചേ. ഈശ്വര, മാറിപ്പോയി. ഓക്കെ, ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇങ്ങനെയൊക്കെ കളഞ്ഞു, സോറി. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പൊ 10:10 എന്ന് പറയുന്ന ചാപ്റ്റർ ഇസ് ഓൾസോ കണക്റ്റഡ് ടു അവർ സെക്കൻഡ് ചാപ്റ്റർ. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടും ഇത് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര്, ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തുറന്നോട്ടെ, എന്റെ കൂടെ തന്നെ പറഞ്ഞു തുറന്നു പോയിക്കോളൂ. രണ്ടാമത്തെ ചാപ്റ്റർ എടുത്തോളൂ എല്ലാവരും. ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവരും പ്രോപ്പർ ആയിട്ട് തുറന്നു വെക്കുക. അത് നമുക്ക് ഇനി അതാണ് നമ്മൾ കൃത്യമായിട്ടിരുന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും അത് കറക്റ്റ് ആയിട്ട് തന്നെ തുറന്ന് വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് ജൂലിയ ഓർ ലൂണ. ഓക്കെ, ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ പോകുന്നത്. റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് രാജ കാണിച്ച. റെഡിയാണ്? ടാറ്റ കാണിക്കണ്ട, തല ആട്ടിക്ക്, ഇങ്ങനെ തല ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എല്ലാവരും. റെഡിയാണ്? ഒന്ന് 2 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എല്ലാവരും ക്ലോക്ക് വൈസും ചെയ്യുക, 2 പ്രാവശ്യം ആന്റി ക്ലോക്ക് വൈസും ചെയ്യുക. ഓക്കെ, 2 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത. യെസ് യെസ് എന്നും പറഞ്ഞാൽ ഇങ്ങനെ അവസാനം ഉറങ്ങിപ്പോരുത് ചെയ്തിട്ട്. എന്താ സുഖം എന്ന് പറഞ്ഞ് ഉറങ്ങിപ്പോരുത്. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ? യെസ്, ഗ്രേറ്റ്, അടിപൊളി. എന്റെ ദൈവമേ, ഇത് കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ, ഡൺ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം ചാപ്റ്ററിലോട്ട്. അപ്പൊ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നമുക്ക് ഈ പെൺകുട്ടീനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൂസ് ഹർ, അല്ലെ? ഈ പെൺകുട്ടി ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഈ പെണ്ണ് എവിടെയാണുള്ളത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പെണ്ണ് എന്തിൽ കയറി ഇരിക്കുകയാണ്? യെസ്, വിളിച്ചോളൂ സർ. യെസ്, ആദിത്യ, എവിടെയാണ് ഈ പെൺകുട്ടി കയറി ഇരിക്കണ? ആദിത്യ, കേക്കണ്ട്, പറഞ്ഞോളൂ. പെൺകുട്ടി മരത്തിൽ കയറി ഇരിക്കുകയാണല്ലേ? പെൺകുട്ടി മരത്തിൽ കയറി ഇരിക്കുകയാണ്. മരത്തിൽ കയറി ഇരിക്കണ എന്തിനാണ് ഈ പെൺകുട്ടി? അല്ലേ, വേറെ പണിയൊന്നുമില്ലേ? അല്ലേ, ഒരു മരം കയറിയാണല്ലേ? ഇവിടെ മരം നല്ലോണം കയറി എൻജോയ് ചെയ്തവർ ആരൊക്കെ ഉണ്ട് ഇവിടെ? മരം കയറിയിട്ടുണ്ട് ചൈൽഡ്ഹുഡില്, ചെറുപ്പത്തിലെ മരത്തിൽ കയറിയിട്ടുള്ളവരൊക്കെ ഒന്ന് രാജ കാണിച്ചേ. ചെറുപ്പത്തിലെ സാരംഗെ ശ്രദ്ധിച്ചേ, പ്രശ്നമാണ്. ഓക്കെ ഓക്കെ, അപ്പോ ചെറുപ്പത്തില് മരം കയറിയിട്ടുള്ളവര് ഒന്ന് ടാറ്റ കാണിച്ചു. നല്ലൊരു ടാറ്റ, ബിക്കോസ് നിങ്ങൾ അത്രയും അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മരത്തിൽ നിന്ന് വീണവരൊക്കെ ഒന്ന് ടാറ്റ കാണിച്ച്. മരത്തിൽ, സത്യം പറയണോട്ടാ, ട്രൂത്ത് ഓൺലി. ഓ, എന്തോ ആ സന്തോഷം അല്ലേ? ഞാൻ വീണിട്ടുണ്ട് ടീച്ചറല്ലേ? ഇതാരണത് അതുൽ കൃഷ്ണൻ പറയാണ് ഞാൻ വീണിട്ടുണ്ട്. അത് ഭയങ്കര പ്രൗഡോട് കൂടെയാണല്ലേ? ഞാൻ വീണിട്ടുണ്ട്. അതുൽ കൃഷ്ണന്റെ സൈഡില് തേജസ് ഉണ്ട്, തേജസ്സും പടവും തല്ലി വീണിട്ടുണ്ട് അല്ലേ തേജസ്? എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഒന്നര വിളിച്ച സർ. ദേവിക വീണിട്ടുണ്ട്. വെറുതെ അല്ല ചിരിച്ചോണ്ടിരിക്കണല്ലേ? സ്റ്റാർട്ടിങ് തുടങ്ങി ദേവികയും വീണിട്ടുണ്ട്. അടിപൊളി. ഓക്കെ,
സോ എല്ലാവരും മരത്തിൽ കയറിയിട്ടുണ്ടാകും. അറ്റ് എ പോയിന്റ് ചിലപ്പോൾ നമ്മുടെ കാലും കൈയൊക്കെ തെന്നി നമ്മൾ വീണിട്ടുണ്ടാവും. കേറാത്ത ആരെങ്കിലും ഉണ്ടോ മരത്തില്? ഉണ്ടെങ്കിൽ ഒന്ന് രാജ കാണിച്ചേ. കേറാത്ത ആരെങ്കിലും ഉണ്ട്? ഓ ഗോഡ്, ഇതാരാണത്? എർലിൻ, എവ്ലിൻ. എവ്ലിൻ കേറിയിട്ടില്ലേ മരത്തില്? എന്താണ് എവ്ലിൻ ഇത്? ലൈഫില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ നീ ചെയ്തിട്ടില്ലേ? ഓ മൈ ഗോഡ്, വാട്ട് ഇസ് ദിസ്? മരത്തിൽ കയറിയിട്ടില്ലേ നീ? യെസ്, ഒരു അൺമ്യൂട്ട് ചെയ്തേ. യെസ് യെസ്. എവ്ലിൻ, അങ്ങനെ പറയരുത്. ഓക്കെ, അടിപൊളി. എന്തായാലും മരത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നും പറഞ്ഞ് ഇന്ന് തന്നെ ക്ലാസ്സിന്റെ ബ്രേക്കിന്റെ സമയത്ത് പോയി മരം കയറാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പറ്റുന്ന സമയത്തൊക്കെ ഇപ്പൊ മാങ്ങ പറിക്കാനാണെങ്കിലും മാവിൽ കയറും അല്ലെ. കൂടുതലും ഞാൻ കയറിയിരിക്കുന്നത് പേരയ്ക്ക പറിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഏതൊക്കെ മരത്തിലാണ് കയറിയിരിക്കുന്നത്? തെങ്ങില് കയറി. ഞാൻ എന്ത് കൊരങ്ങനാ? തെങ്ങില് ഇങ്ങനെ ഇങ്ങനെ കയറാൻ എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, മാവ് വരെയൊക്കെ ഓക്കെ അല്ലെ. ഞാൻ പണ്ട് മാവിനെ വിളിച്ചിരുന്ന പേരാണ് മാങ്ങമരം എന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മാവിന്റെ പേര് മാവെന്നാണ് മാങ്ങമരം എന്നല്ല. ഓക്കെ, യെസ്. സോ ഞാൻ കൂടുതലും പേരയ്ക്ക പറിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലും കയറിയിരിക്കുന്നത്. നിങ്ങൾ ഏതൊക്കെ മരത്തിലാണ് കയറിയിരിക്കുന്നത്? യെസ്, ഒരാൾ വിളിച്ച സർ. മാവ്, മാങ്ങമരം, സോറി, മാവ് അതുപോലെ തന്നെ പേരയ്ക്കയുടെ മരത്തിലല്ലാണ്ട് വേറെ മരത്തിൽ കയറി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രാജ കാണിച്ച്. കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള മരത്തിൽ കയറിയിട്ടുള്ളവർ. യെസ്, പേടല്ലേ തേജസ്. അപ്പൊ തേജസിന്റെ കഥ നമുക്കൊന്ന് കേൾക്കാം അല്ലെ, എങ്ങനെയാണ് വീണത് എന്നുള്ള കഥ. പറഞ്ഞോടാ, എന്താ പറ്റിയത് മരത്തിലെന്ന്? അപ്പൊ നമ്മൾ ഈ സിനിമയിലെ കാണുന്നവരാണ് ഇങ്ങനെ ഒരു ശാഖയിൽ നിന്ന് മറ്റു ശാഖ തട്ടി 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 പടവുന്നില്ല വീണ, അതാണ്. ഓ, എന്നിട്ട് നിനക്കൊന്നും പറ്റിയില്ല? പോയി. ഓക്കെ, സോ ഏത് മരമായിരുന്നു അത് തേജസ്? ഏതോ ഒരു മരം കണ്ടപ്പോ ഞാൻ കേറി, ഞാൻ വീണു. അത് നമുക്കറിയുള്ളൂ അല്ലേ, അല്ലേ തേജസ്? യെസ്. പിന്നെ ജാതിക്ക മരം ഉണ്ട്. ജാതിക്ക മരത്തിൽ കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? ഓക്കെ, ജാതിക്ക അടിയിൽ വീഴുന്ന സാധനല്ലേ, നമ്മൾ പോയി പറക്കേണ്ട കാര്യമില്ല. അതെന്തായാലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് കറക്റ്റ് വീഴുന്ന സ്ഥലത്ത് അടിയിൽ വീഴും. അതെ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ പ്രിയം അല്ലെ സാറിന്റെ മക്കൾക്ക്. വെരി നൈസ്. ഓക്കെ, അടിപൊളി. അപ്പൊ മരം കയറാതായിട്ട് ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. പ്ലാവില് കയറിയിട്ടുണ്ട് വരുന്നത് ചക്ക പറിക്കാനായിരിക്കും. പ്ലാവില് കയറിയ ആളാരാണ്? പ്ലാവ്. കൊക്കോ മരം. അതേത് മരം? ഇതിങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതിങ്ങനെയുള്ള കായ ഇതിങ്ങനെ നോക്കി കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുളസി മരത്തിൽ ആണ് കയറിയത്. തുളസി മരം അതാരാണെന്ന് വിളിച്ച് അതെനിക്ക് അറിയാൻ. തുളസി. വെറുതെ തമാശ പറയണതാ പവിത്ര. എന്റെ പൊന്ന് പവിത്ര, കള്ളി അങ്ങനെയൊക്കെ തമാശ പറയരുത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് തിരിച്ച് ഈ ഒരു കേളിലേക്ക് വരാം. അപ്പൊ ഷീസ് ഇൻ എ ട്രീ അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മരത്തില് നിൽക്കുകയാണ് ആര്? ഈ ജൂലിയ എന്ന് പറയുന്ന പെൺകുട്ടി. ഓക്കെ, അപ്പൊ ജൂലിയയും ഈ മരത്തിന്റെ ചാപ്റ്റർ നമ്മൾ എന്തിനു പഠിക്കണം? വാട്ട് ഈസ് ദ റീസൺ? വെറുതെ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു പോകേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കുട്ടി മരത്തിൽ കയറിയിരിക്കുക, അത് സ്വാഭാവികമായിട്ട് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ കുട്ടിയുടെ ചാപ്റ്റർ പഠിക്കുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് ഉണ്ടാവരുത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ പറ്റി പഠിച്ചത്. എന്ത് നല്ല കാര്യമാണ് ഈ കുട്ടി അവിടെയുള്ള എല്ലാ പ്ലാന്റ്സിനോട് അല്ലെങ്കിൽ എല്ലാ ട്രീസിനോടും ചെയ്ത ഒരു മേജർ ആയിട്ടുള്ള കാര്യം നമുക്ക് ഈ ചാപ്റ്ററിന്റെ അവസാനം ആകുമ്പോൾ മനസ്സിലാവും. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാലോ? റെഡി അല്ലേ? റെഡി ആണെങ്കിലും തല ആട്ടിക്ക്, പതുക്കെ ഒന്ന് തല ആട്ടിക്ക്. തല കറക്കണ്ട, തല ആട്ടിയാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്തൗട്ട് എനി ഫർദർ ഡിലേ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് എന്ത്? ജൂലിയ ഓർ ലൂണ. ഓക്കെ, ജൂലിയ ആരാണ്, ലൂണ ആരാണ് എന്നുള്ളതൊക്കെ വഴിയേ നമുക്ക് മനസ്സിലാവും ആരെ പറ്റിയാണ് ഇത് അറിയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ജൂലിയ ഇന്ന ആളാണ്, ലൂണ എന്ന് പറയുന്ന ഇന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് രാജ കാണിച്ച്. ഓൾറെഡി സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആകാം, ചിലപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആകാം. ഓക്കെ, സോ യു ഗൈസ് ആർ ഫെമിലിയർ വിത്ത് ഹൂ ഇസ് ജൂലിയ ആൻഡ് ഹൂ ഇസ് ലൂണ. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒന്ന് രണ്ട് കൈ ഇങ്ങനെ ഒന്ന് ആട്ടിക്ക്. ഓക്കെ, അപ്പോൾ എക്സസൈസും ആകും, കൈക്കൊരു ഉഷാറും കിട്ടും. ഓക്കെ, യെസ്, അടിപൊളി അടിപൊളി, വെരി ഗുഡ്.
ഇനി നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ആസ് യൂഷ്വൽ പഠിക്കുന്ന പോലെ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? യെസ്, ഒരാൾ വിളിച്ചു സർ, ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. ഷെഹസ ഫാത്തിമ, ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഷെഹസ? ഈ ഒരു സ്ലൈഡിൽ 2 ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വെരി ഗുഡ്, അടിപൊളി. അതെ അതെ, വെരി ഗുഡ്, അടിപൊളിയായിട്ട് പറഞ്ഞു. ഓക്കെ, ഈ കവിത രചിച്ചതാരാണ്? അല്ലെങ്കിൽ ജൂലിയ ഓർ ലൂണ കഹാനി കി രചയിത കോൺ ഹെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആരാണ്? നേഹ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ ആഫ്റ്റർ മീ. നേഹ സിംഗ് ഒന്ന് പറഞ്ഞു നോക്കിയേ. നേഹ സിംഗ്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നോക്കുക, യെസ്. അപ്പൊ ഇനി നിങ്ങൾ നോക്കിയേ, നേഹ സിംഗ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടി, എഴുതിയതാരാണ്? നേഹ സിംഗ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കിസ് വിധ കി രചന ഹെ. ഓക്കെ, കിസ് വിധ കി രചന ഹെ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് കിസ് വിധ കി രചന ഹെ എന്ന് പറഞ്ഞാൽ? യെസ്, ഒരാൾ വിളിച്ചു സർ, കിസ് വിധ കി രചന ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വിളിച്ചോളൂ സർ. സാരംഗ്. എന്താണ് സാരംഗ്? കിസ് വിധ കി രചന ഹെ എന്ന് ചോദിച്ചാല് എന്തായിരിക്കും അതിന്റെ ആൻസർ വരിക? പേട് കവിത കിസ് വിധ കി രചന ഹെ എന്ന് വെച്ചപ്പോൾ നമ്മൾ എന്താണ് ആൻസർ എഴുതിയത്? സാരംഗ്, സാരംഗി, സാരംഗ്, പേട് കവിത കിസ് വിധ കി രചന ഹെ. പേട് എന്ന് പറയുന്ന കവിത കഹാനിയാണോ കവിതയാണോ? എന്താണത്? സാരംഗ്, പേട് എന്ന് പറയുന്ന കവിത അത് കഹാനിയാണോ കവിതയാണോ? സാരംഗ്, ഒന്നുകൂടെ പറഞ്ഞേ. കേൾക്കണില്ലല്ലോ, ക്ലിയർ അല്ല. പേട്, സർ ഒരു മിനിറ്റ്. പേട് എന്ന് പറയുന്ന കവിത ഇപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ അതെന്തായിരുന്നു? സ്റ്റോറി ആയിരുന്നോ, പോയം ആയിരുന്നോ, കഹാനി ആയിരുന്നോ? എന്തായിരുന്നു അത്? സാറിങ്ങനെ തന്നെ വിളിച്ച സർ. സാരെങ്കിൽ പറയാണ്ട് രക്ഷയില്ല കേട്ടാ, പറഞ്ഞേ പറ്റൂ. കവിതയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അതേപോലത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ജൂലിയ ഓർ ലൂണ കിസ് വിധ കി രചന ഹെ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും നിങ്ങള്? യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. വിഷ്ണുപ്രിയ, സോറി, വിഷ്ണു എന്ന് പറഞ്ഞ ജെൻഡർ മാറി പോലെ, സോറി. യെസ്, വിഷ്ണുപ്രിയ. ഞാൻ ചോദിക്കുകയാണ്, ജൂലിയ ഓർ ലൂണ കിസ് വിധ കി രചന ഹെ എന്ന് ചോദിച്ചാല് വിഷ്ണുപ്രിയ എന്താ ആൻസർ പറയൂന്ന് പറഞ്ഞു നോക്കിയേ. കഹാനി. വെരി ഗുഡ്, വെരി ഗുഡ്. കഹാനിയാണെന്ന് പറയും. അപ്പൊ എന്താണ് ഈ കഹാനി? യെസ്, അടുത്ത ആളോട് സർ, എന്താണ് ഈ കഹാനി എന്ന് പറഞ്ഞാല്? കിരൺ, എന്താണ് കിരൺ? കഹാനി എന്ന് പറഞ്ഞാൽ എന്താണ് കഹാനി? കഥ. യെസ്, വെരി നൈസ്. കഥ എന്നുള്ളതാണ് എന്ത്? കഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്? കഥ എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ജൂലിയ അതുപോലെ തന്നെ ലൂണ എന്ന് പറയുന്ന ഈ 2 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്നും തലാട്ടിക്ക്. ഓക്കെ ആണെങ്കിൽ ഒന്ന് തലാട്ടിക്ക്. യെസ്, വെരി നൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും വൈകാണ്ട് തന്നെ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ഒന്ന് സ്ക്രീനിൽ കാണിച്ച്. ജസ്റ്റ് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാണ്ട് ഈ അടച്ചു വെക്കുന്നത് സമ്പ്രദായം നമുക്ക് വേണ്ട. ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കുക എന്നും പറഞ്ഞ് കീറിക്കളയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളതിൽ തന്നെ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ മീനിങ്സുകൾ എഴുതിയെടുക്കുക. വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് മീനിങ്സ് എഴുതി പോകുക. ഓക്കെ, യെസ്, ഡൺ, റെഡി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഡിലേ ആക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. एक लड़की ने उन्हें देख लिया.
ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പേര്, പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല. പക്ഷെ ഓൾറെഡി നമ്മൾ പെൺകുട്ടിയുടെ പേര് പഠിച്ചു. എന്താണ് ആ പെൺകുട്ടിയുടെ പേര്? യെസ് വിളിച്ചോളൂ സർ. ലെമിൻ. എന്താണ് ലെമിൻ ആ പെൺകുട്ടിയുടെ പേര്? ജൂലിയ. ഓക്കെ, പക്ഷെ ഈ ഒരു ചാപ്റ്ററിൽ പെൺകുട്ടിയുടെ പേരും മരത്തിന്റെ പേരും ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്യുന്നത്, അവർ റിവീൽ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ജൂലിയ എന്ന് പറയുന്നത് പെൺകുട്ടിയാണ് എന്ന് അവർ പറയുന്നില്ല. ലഡ്കി എന്നാണ് ആ പെൺകുട്ടിനെ വിളിക്കുന്ന പേര്. അപ്പൊ എന്താണ് ലഡ്കി? എന്താണ് ലഡ്കി? യെസ്, അടുത്ത ആൾ വിളിച്ചത് സർ. ലഡ്കി എന്താണ്? ഋതുനന്ദ. എന്താണ് ഋതുനന്ദ? ലഡ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വെരി ഗുഡ്. പെൺകുട്ടി എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏക് റോസ്. ഏക് റോസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആക്കി, അല്ലെങ്കിൽ ഒരു നോർമൽ ദിവസം. ഒരു നോർമൽ ദിവസം. ഏക് റോസ് അതായത് ഒരു ദിവസം. ഓക്കെ, ക്ലിയർ അല്ലേ? കുച്ച് ഹട്ടേ കട്ടേ. കുച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച്. കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച്. ഹട്ടേ കട്ടേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരൊക്കെ. ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ഹെൽത്തി ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഏക് റോസ് ഒരു ദിവസം. കുറച്ച്. കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ. ഓക്കെ, കുച്ച് ഹട്ടേ കട്ടേ ആദ്മി. കുച്ച് ഹട്ടേ കട്ടേ ആദ്മി എന്ന് പറഞ്ഞാല് കുറച്ച് നല്ല വണ്ണവും തടിയും ഒക്കെ ഉള്ള ആൾക്കാർ എന്താണ് ചെയ്തത്? ഏക് ബഡേ സേ പേട് കോ കാട്ടിനെ പോഞ്ച. ഒരു വലിയ മരത്തിനെ മുറിക്കാനായിട്ട് അവിടെ എത്തി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്നും കൂടെ നോക്കാം. ഏക് റോസ് ഒരു ദിവസം. കുച്ച് കുറച്ച്. ഹട്ടേ കട്ടേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ. ഒന്ന് സ്ട്രോങ് എന്ന് കാണിച്ച എല്ലാവരും. യെസ്, ഒന്ന് സ്ട്രോങ് കാണിച്ചേ. യെസ്, ഒന്ന് കാണിച്ചേ. എല്ലാവരും കാണിച്ചേ. ആരും കാണിക്കാണ്ടിരിക്കുന്നത്, എല്ലാവരും ഒന്ന് കാണിച്ചേ. ആദിദേവ് കാണിക്കുന്നുണ്ട്. ആദിദേവ് PS. ദിസ് ഇസ് നോട്ട് ഫെയർ. ആദിദേവ്. യെസ്. ഓ അമ്പോ, ഇത്ര നല്ല മസിൽ ഉണ്ടായിട്ടാണ് നീ ഒളിപ്പിച്ച് വെച്ചത്. യെസ്, അപ്പോ ഹട്ടേ കട്ടേ എന്ന് പറഞ്ഞാല് ഇറ്റ് ഡെഫിനറ്റ്ലി മീൻസ് സ്ട്രോങ്. ഓക്കെ, ഭയങ്കര സ്ട്രോങ് മസിൽസ് ഉള്ള ആളെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഹട്ടേ കട്ടേ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ആദ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻ. ആദ്മി എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ എന്താണ്? ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ. ഓക്കെ, ആദ്മി എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് നല്ല സ്ട്രോങ്ങും ഹെൽത്തിയും അല്ലെങ്കിൽ നല്ല എന്താണ്, നല്ല ആരോഗ്യം, നല്ല ശക്തിവാനായിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ കുറച്ച് പുരുഷന്മാർ എന്ത് ചെയ്തു? ഏക് ബഡേ സേ പേടിക്കോ, ഒരു വലിയ മരത്തിനെ. ഓക്കെ, ഏക് ബഡേ സേ എന്ന് പറഞ്ഞാൽ വലിയ മരത്തിനെ, കാട്ടിനെ പോഞ്ച മുറിക്കാനായിട്ട്, വലിയ മരത്തിനെ മുറിക്കാനായിട്ട് ഇവര് വന്നു എന്ന് പറയാണ്. ക്ലിയർ ആണോ? ആദ്യത്തെ ലൈൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ആദ്യത്തെ ലൈൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്. അപ്പൊ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏത് മരത്തിനെയാണ് മുറിക്കാൻ വന്നത്? വലുതാണോ ചെറിയ മരമാണോ? യെസ് വിളിച്ചോളൂ സർ. യെസ്, മുബഷിറ. എന്ത് മരാണ് മുബഷിറ? ബഡാ പേടാണോ ചോട്ടാ പേടാണോ മുബഷിറെ? എന്തു പറ്റി നീ സങ്കടത്തിലിരിക്കണേ? ബഡാ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, സോ ബഡാ. ഓക്കെ, ഗുഡ് ഗേൾ. ഓക്കെ, യെസ്. അപ്പൊ നോക്കി, ആദ്മീനെ എക് ബഡേ സേ പേട്. ബഡേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള, അത്യാവശ്യം നല്ല ഹൈറ്റും നല്ല വലിയൊരു മരത്തിനെയാണ് അവർ എന്ത് ചെയ്തത്? മുറിക്കാനായിട്ട് ശ്രമിച്ചത്. ആരാണ് മുറിക്കാനായിട്ട് ശ്രമിച്ചത്? യെസ്, അടുത്ത ആൾ വിളിച്ചത്. ആരാണ് മുറിക്കാനായിട്ട് ശ്രമിച്ചത്? റിസ്വാൻ. ആരാണ് റിസ്വാനെ മുറിക്കാനായിട്ട് ശ്രമിച്ചത്? വെരി ഗുഡ്. അത് ഞാൻ ഉദ്ദേശിച്ചത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ മുറിക്കാൻ ഉദ്ദേശിച്ചത്? പുരുഷന്മാര്. ഓക്കെ, ഇനി പുരുഷന്മാർ എങ്ങനത്തെ ആൾക്കാരാണ്? ഭയങ്കര വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണോ അതോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണോ? സ്ക്രീനിൽ കാണിച്ചേ. ഭയങ്കര വീക്ക്, ഒടിഞ്ഞു കുത്തിക്കുന്ന ആൾക്കാരാണോ അതോ ഭയങ്കര സ്ട്രോങ് ആണോ? നോക്കട്ടെ. യെസ്, ഒരാളെ വിളിച്ചത് സർ. യെസ്. അപ്പൊ എങ്ങനത്തെ ആൾക്കാരാണ്? യെസ്, ഒരാളെ വിളിച്ചത് സർ. യെസ്, ഗൗരി. ഒന്ന് പറഞ്ഞേ ഗൗരി. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണോ വളരെ വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണോ അവര്? ഹട്ടേ കട്ടേ. ഓക്കെ, ഹട്ടേ കട്ടേ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അടുത്ത ആളെ വിളിച്ചത് സർ. ഹട്ടേ. കൊള്ളാം. അടുത്ത ആളെ വിളിച്ചെന്ന് പറഞ്ഞാല് അപ്പൊ ഗൗരി തന്നെ പറഞ്ഞല്ലേ. ഗുഡ് ഗേൾ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സോ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് ചെയ്തത്? ഇവിടെ മരം മുറിക്കാനായിട്ട്
എത്തിയത്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഇത്രയും പറഞ്ഞ ഈ ഒരു കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ അല്ലേ? യെസ്, വെരി നൈസ്. ഓക്കെ, ഇനി സർ ഒന്ന് എന്നെ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് മാറ്റിക്കേ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പെട്ടെന്ന് വരുന്നത് പഠിച്ചേ. ഈ പഠിച്ച ഈ ഒരു വരിയിൽ എല്ലാ മീനിങ്സും പെട്ടെന്ന് വരുന്നത് പഠിച്ചേ. ഓക്കെ ഓക്കെ സർ, എന്നെ ഒന്ന് മാറ്റാട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പൊ എന്താണ്, കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുരുഷന്മാർ എന്ത് ചെയ്യാണ്, അവര് ഈ ഒരു മരം, വലിയൊരു മരം വെട്ടാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് എത്തി. ഏക് ലഡ്കീനെ ഉനെ ദേഖ. അപ്പൊ ഇവർ ഈ മരം വെട്ടാൻ വരുന്നത് ഒരു പെൺകുട്ടി. ഏക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഒരാളെ വിളിച്ചത് സർ. ഏക്ക് എല്ലാവരും സ്ക്രീനിൽ കാണിച്ചേ. ഏക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ് യെസ്, എല്ലാവരും സ്ക്രീനിൽ കാണിച്ചു. യെസ്, വെരി ഗുഡ്. അപ്പൊ സർ ഒരാളെ വിളിച്ചേ സർ. കൃഷ്ണജിത്ത്. എന്താണ് കൃഷ്ണജിത്ത്? ഏക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞേ. 1. അപ്പൊ ഒരു പെൺകുട്ടിയാണ്. ഏക്ക് ലടുക്കി. ലടുക്കി എന്ന് പറഞ്ഞ ഓൾറെഡി നമുക്ക് അർത്ഥം അറിയാം, പെൺകുട്ടി എന്നാണ് അർത്ഥം. ഏക്ക് ലടുക്കിനെ ഉനെ ദേഖ്. ഒരു പെൺകുട്ടി അവരെ കണ്ടു. അവരെന്ത് ചെയ്യാൻ മതിയായിരുന്നു? യെസ്, വിളിച്ച സർ. ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യാനാണ് അവിടെ എത്തിയത്? യെസ്, വിളിച്ചോളൂ. ആദിദേവേ, ഒരു കൂട്ടം ആൾക്കാർ ആ ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ അവരെത്തിയത്? ആദിദേവേ, മരം വെട്ടാൻ. ആ മരം എങ്ങനത്തെ മരമായിരുന്നു? യെസ്, അടുത്ത ആളെ വിളിച്ചത് സർ. എങ്ങനത്തെ മരമായിരുന്നു? അബിൻ. എങ്ങനത്തെ മരമായിരുന്നു അബിനെ? വലിയ മരം. വലിയ മരത്തിന്റെ ഹിന്ദി എന്താണ്? യെസ്, അടുത്ത ആളെ വിളിച്ചത് സർ. അല്ലു. അല്ലു കാർത്തിക്. വാവ്, നല്ല പേര്. നൈസ് നെയിം അല്ലു. അല്ലു, എങ്ങനത്തെ ഈ വലിയ മരത്തിന്റെ ഹിന്ദി എന്താണ്? വലിയ മരം എന്നാ. കൊള്ളാം. വലിയ മരത്തിന്റെ ഹിന്ദി ആ, നോക്കിയോ, ഇത് നോക്കിയോ, ഇതിൽ നോക്കിക്കോ. വലിയ മരത്തിന്റെ ഹിന്ദി എന്താണ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇതില് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് പറഞ്ഞോ, പക്ഷെ നീ തന്നെ ആൻസർ പറയണം, അത്രേ ഉള്ളൂ. വലിയ മരം. നോക്കിയേ. ആദ്മി വെരി ഗുഡ്. ബഡാ പേട് അല്ലെങ്കിൽ ബഡേ സേ പേട് കോ കാട്ടനെ പहुंचा. അപ്പൊ ഇവർ ഈ സ്ഥലത്ത് മരം വെട്ടാൻ വന്നപ്പോ ഏക് ലഡ്കിനെ ഉനെ ദേഖ് ലിയ. ഒരു പെൺകുട്ടി ദൂരെ നിന്ന് എന്ത് ചെയ്തു? അവരെ കണ്ടു. അവർ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വരുന്നത് ആ പെൺകുട്ടി അത് കണ്ടു. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചു. അപ്പൊ ആരാണ് മരം വെട്ടുകാര്, അല്ലെങ്കിൽ ഒരു കൂട്ടം മരം വെട്ടുകാർ ഇത് കാണാൻ വന്നപ്പോ ആരാണ് അവരെ കണ്ടത്? യെസ്, അടുത്തൊരാളെ വിളിച്ചത് സർ. അന്ന. ആരാണ് അന്നെ അവരെ കാണാൻ വന്നത്? ആരാണ് അവരെ കണ്ടത്? ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വരുന്ന ഒരു പെൺകുട്ടി. വെരി ഗുഡ്. ഒരു പെൺകുട്ടിയാണ് കണ്ടത്. ഈ പെൺകുട്ടിയുടെ ഹിന്ദി എന്താണ്? യെസ്, അടുത്തൊരാളെ വിളിച്ചത് സർ. സീന. എന്താണ് ഈ പെൺകുട്ടിയുടെ ഹിന്ദി എന്ന് പറഞ്ഞാൽ? സീന. ഗുഡ് മോർണിംഗ് സീന. യെസ്, സീന പറഞ്ഞോളൂ. എന്താണ് ഈ പെൺകുട്ടിയുടെ ഹിന്ദി? ലഡ്കി. വെരി ഗുഡ്. ലഡ്കിയുടെ പേരെന്താണ്? യെസ്, അടുത്തൊരാളെ വിളിച്ചത് സർ. നജാദ്. എന്താണ് നജാദ് ലഡ്കിയുടെ പേര് എന്ന് പറഞ്ഞാലൊന്ന് പറഞ്ഞേ. ഹലോ, ലഡ്കിയുടെ പേരെന്താണ്? സാരില്ല, പാലൊക്കെ അവിടെ ഇരുന്നോട്ടെ, നീ അത് മാറ്റണ്ട. ബൂസ്റ്റ് ആണെന്ന് തോന്നുന്നു. കോംപ്ലാൻ ആണോ അതോ ഹോർലിക്സ് ചോക്ലേറ്റ് ആണോ എന്താണെന്ന് മനസ്സിലാവണല്ലോ. അതോ ബോൺവിറ്റ ആണോ? എന്തൊക്കെ ബൂസ്റ്റ് അല്ലേ? ഓ യെസ്, പറഞ്ഞോളൂ. ആ പെൺകുട്ടിയുടെ പേരെന്താണ്? നമ്മൾ ആദ്യം പഠിച്ചൊരു പേരാണ്. അത് എന്താണടാ? ജൂലിയ. വെരി ഗുഡ്. ജൂലിയ എന്നുള്ളൊരു പേരാണ്. അപ്പൊ ആദ്യത്തെ രണ്ട് വരി ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച് എല്ലാവർക്കും. ഇതൊക്കെ എന്ത് അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്, വെരി നൈസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എക്സാം ആയിട്ട് വെക്കാൻ പോകുന്ന എന്താണെന്നറിയോ? ഇങ്ങനെ ഞാൻ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നൊരു 5-6 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, നമ്മൾ റീഡിംഗ് പാസേജ് ചെയ്യണ പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? അത് ഓക്കെ ആണ് ടീച്ചറെ, അങ്ങനെ തന്നോളൂ എന്നാണെങ്കിൽ ഒന്ന് ക്യാമറയിൽ ഇട്ട് ഇടിച്ച് ഒരു ഇടി കൊടുത്ത ക്യാമറയ്ക്ക് ഇട്ട്. ഇതെന്താണ് ഇത്? ഓക്കെ. ശ്രീരാഗിന്റെ ക്യാമറ വീണിട്ടുണ്ട് കേട്ടാ. കൊള്ളാം. യെസ്, അടിപൊളി. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പൊ അതായിരിക്കും അടുത്ത ക്ലാസ്സിൽ, അടുത്ത ഹിന്ദി ക്ലാസ്സിൽ എക്സാം ആയിട്ട് ഉണ്ടാവുക കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. നോക്കിയേ. അപ്പൊ ആദ്യത്തെ 2 ലൈൻ നമ്മൾ പഠിച്ചു തീർത്തു. പഠിച്ചില്ല? എല്ലാവരും പഠിച്ചില്ല? ആദ്യത്തെ 2 ലൈൻ പഠിച്ചു പോവാം. എന്തിനാ വേറെ ദിവസത്തേക്ക് വെക്കണേ? പഠിച്ചു പോവാം. പഠിച്ചില്ലേ? പഠിച്ചെങ്കിൽ എന്നാൽ ടെക്സ്റ്റ് ബുക്ക് സ്ക്രീനിൽ കാണിച്ച് ജസ്റ്റ് കാണിച്ചിട്ട് അടിയിൽ വെച്ചോളൂ. ഇവിടെ പഠിച്ചു. 2 ലൈൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇനി അടുത്ത് നോക്കിയേ. വഹ് ഝട്ട് പേട് പർ ചढ़ ഗയി. വഹ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആ കുട്ടി.
ആ പെൺകുട്ടി വഹ എന്ന് പറഞ്ഞത് അവൾ എന്ത് ചെയ്തു? ജട്ട് പേട് പറിച്ചെടുകൈ. ജട്ട് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ. ജട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. ഓക്കെ, ജട്ട് എന്ന് പറഞ്ഞാല് ഇമീഡിയറ്റ്ലി അല്ലെങ്കിൽ അത് ഉടൻ തന്നെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. പെട്ടെന്ന് തന്നെ അവൾ എന്ത് ചെയ്തു? പേടിൽ പറിച്ചെടുകൈ. പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അടുത്ത ആൾ വിളിച്ചു സർ. പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കറിയാം, എന്നാലും ചോദിക്കാണ്. യെസ്, സേറ. എന്താണ് സേറ? പേട് എന്ന് പറഞ്ഞാൽ എന്താണ് സേറ കുട്ടി എന്ന് പറഞ്ഞേ? മരം. ഓക്കെ, പേട് പറിച്ചെടുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പൊന്നോ ദൈവമേ, മരം മരം സമ്മതിച്ചു. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ പേട് പറിച്ചെടുകയും. ജട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താണ്? മരത്തിലോട്ട് കയറി. പേട് പറിച്ചെടുകയും എന്ന് പറഞ്ഞാൽ മരത്തിലോട്ട് കയറി എന്നാണ് പറയുന്നത്. ആരെ കണ്ടപ്പോഴാണ് ഇവര് ഈ പെൺകുട്ടി മരത്തിലോട്ട് കയറിയത്? അടുത്ത ആളെ വിളിച്ചേ സർ. പാർത്ഥിവ്. ആരെ കണ്ടിട്ടാണ് പാർത്ഥിവേ മരത്തിലോട്ട് കയറിയത്? കേക്കണില്ല. എന്റെ ദൈവമേ, അപ്പുറത്തൊരാള് എന്താണ് തുമ്മലായിട്ടിരിക്കണ്ട. അടുത്ത ആളെ വിളിക്കാം. ആരാധ്യനെ വിളിക്കാം. ആരാധ്യനൊക്കെ വരയ്ക്കണൊക്കെ പിടിക്കാൻ അറിയോ സാറിന്? ആണോ? നോക്കട്ടെ, കൈ കാണിച്ച ആരാധ്യ. ഓ, മെഹന്തി ലഗാ കെ റഖ്ന അല്ലേ? നോട്ടി ഗേൾ. യെസ്. എന്താണ് ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആരാധ്യ? ഒരു വൈബിനിട്ടാണ്, ചുമ്മായിട്ടാണ്. ഓക്കെ, യെസ്. സോ ആരാധ്യ ഒന്ന് പറഞ്ഞേ, ഈ പെൺകുട്ടി എന്ത് കണ്ടിട്ടാണ് പെട്ടെന്ന് മരത്തിൽ കയറാൻ പോയത്? മലയാളത്തിൽ പറഞ്ഞാൽ മതി. വെരി ഗുഡ്. മരം വെട്ടാൻ വന്ന കുറച്ച് കൂട്ടം ആൾക്കാരെ കണ്ടപ്പോൾ ഈ പെൺകുട്ടി എന്താണ് ആദ്യം ചെയ്തത്? ജട്ട് പേട് പറിച്ചെടുക എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ മരത്തിലോട്ട് കേറിപ്പോയി എന്നാണ് പറയുന്നത്. ചെടുകൈ എന്ന് പറഞ്ഞാല് കേറുക. ഒന്ന് പിടിച്ച് കേറിക്ക, മരം ഒന്ന് പിടിച്ച് കേറുക. ഇടയ്ക്ക് കൈയൊക്കെ തന്നെയാ കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് മരം പിടിച്ച്. ദൈവം, ഇതെന്താണ് ആരാധ്യത്? ആയി നല്ല മാച്ച് ഉണ്ട് കേട്ടോ. പേര് ഞാൻ പറയണല്ലോ ആരായിട്ടാ മാച്ചിങ് എന്ന്. അല്ല ആരാധ്യ? അതെന്തായാലും കിട്ടില്ലുണ്ട്. ഒന്ന് എല്ലാവരും കാണിച്ചു. എല്ലാവരും ഒന്ന് മരത്തിൽ കയറി നോക്കിയ പ്ലീസ്. നല്ലൊരു എക്സസൈസ് ആയിരിക്കും അത്. മരത്തിൽ കയറുക. ഓക്കെ, കയറുക. ചിലപ്പോൾ കൈ വിട്ടു പോകും. വിട്ട് കളഞ്ഞോ അതൊക്കെ അല്ലെ? അറിയാണ്ട് സ്ലിപ്പൊക്കെ ആയപ്പോൾ നിങ്ങൾ സ്ലിപ്പ് ദേ കിടക്ക. ശ്രീരാഗാണോ അത്? ശ്രീവേദ് പടോന്നലി വീണ് കഴിഞ്ഞു. 2 പ്രാവശ്യം കയറിയപ്പോ തന്നെ അവൻ വീണു. അവന് വയ്യനെ ചെയ്യാൻ അല്ലേ? അപ്പൊ എല്ലാരും ഒരുമിച്ച് മരം കയറുക. ഓക്കെ, ഇതാരാണത്? വേദിക എന്ന് കാണിച്ചു. ഇതാരാണത്? വേദികയാണോ? വേദ കെ. വേദ എന്നെ നോക്ക് കുറച്ചു നേരം. അമ്മനോട് ഇപ്പൊ സംസാരിക്കണ്ട. ഓക്കെ, അപ്പൊ അമ്മനെ ഇരുന്നു ഞാൻ വെറുതെ ഗസ്റ്റ് ഇട്ടിട്ട്. യെസ്. അപ്പൊ വേദ മരം കയറിയില്ലല്ലോ. വേദനൊന്ന് മരം കയറ്റിക്ക്. വേദ ഒന്ന് മരം കയറിക്കേ. വേദ ഇപ്പൊ കേറണോ? ആ കേറല. അതിങ്ങനെ ഒന്ന് കേറി കാണിച്ച്. മരം പിടിച്ച് ഇത് മറ്റേ പൂ പറിക്കാൻ പോരുമോ അല്ലേ? വെരി നൈസ്. ഓക്കെ, യെസ്. അപ്പോ എന്താണ്? പെട്ടെന്ന് ഇവർ ഈ ഒരു പ്രവൃത്തി ചെയ്യണ കണ്ടപ്പോ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാൻ വന്നപ്പോ നമ്മുടെ ഗേൾ എന്താണ് ചെയ്തത്? ജട്ട് പേട് പറിച്ചെടുകയും പെട്ടെന്ന് തന്നെ മരത്തിലോട്ട് കയറി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ. ആദ്മിയോനെ പെഹലെ ഉസേ സംജായ. ആദ്യം എന്ത് ചെയ്തു? ചെറിയൊരു കുട്ടിയല്ലേ, മനസ്സിലാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ആദ്മിയോ. ഓക്കെ, ആദ്യം നമ്മൾ പഠിച്ചെന്താണ്? ആദ്മി എന്നാണ് ആദ്യം പഠിച്ചത്. ഇപ്പൊ രണ്ടാമത് വന്നപ്പോ എന്താണ്? ആദ്മിയോ. ഓക്കെ, 2 വാക്കുകൾ. ഈ ആദ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പുരുഷൻ. എന്താണ് ആദ്മി എന്ന് പറഞ്ഞ ഇസ്രാളെ വിളിച്ചേ? ഞാൻ തന്നെ പറഞ്ഞു, എന്നാലും വിളിക്ക്. വിശ്വാസ്. എന്താണ് വിശ്വാസ്? ആദ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസേ ഹലോ പറഞ്ഞേ. ഓഫ്, യെസ്. അടുത്ത ആളെ വിളിച്ചേ സർ. കാതറിനെ വിളിക്കാം. കാതറിൻ. യെസ്, കാതറിൻ. കാതറിൻ ഒന്ന് പറഞ്ഞേ. ഈ ആദ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ആദ്മി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ആരെയാണ്? പുരുഷൻ. വെരി ഗുഡ്. അപ്പൊ പുരുഷന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു. യെസ്. അടുത്ത ആളെ വിളിച്ചേ സർ. യെസ്. ആനമ്മ. അയ്യോ പാവ കുട്ടി, ചവയ്ക്കാൻ പോലും സമ്മതിക്കില്ല. അന്നമ്മ എന്നല്ലേ? അന്നമ്മേ അതാരാണത് അല്ലേ? എന്താണ് ശരിക്കും പേര്? ആനമ്മ. അനു എന്നാണോ? അനും.
ഓ ദൈവം വേണ്ട അന്നമ്മ എന്ന് പറഞ്ഞ എന്തിനാണ് സർ? പറഞ്ഞു അന്നമ്മന്ന് എനിക്ക് പറഞ്ഞത്. അതിൽ ഞാൻ എങ്ങനെ വിളിക്കോ? അനു, അനൂമ അല്ലേ? അനൂം. യെസ്, അനൂം എന്ന് പറഞ്ഞേ. ഈ ആദ്മിയുടെ ഇംഗ്ലീഷ് എന്താണ്? മാൻ. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്തൊരു വാക്കുണ്ട് ആദ്മിയോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡിയ വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കി, ആദ്മിയോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, ഒരാൾ വിളിച്ചു സർ എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്ക് അറ്റ്ലീസ്റ്റ്. ആദ്മി, ആദ്മിയോ. അപ്പൊ എന്തായിരിക്കും? അശ്വത. അശ്വത എന്ന് പറഞ്ഞേ എന്തായിരിക്കും ആദ്മിയോം എന്ന് പറഞ്ഞോട് ഉദ്ദേശിക്കുന്ന? അശ്വത ആ ആൾക്കാരാണ്. പക്ഷെ ആൾക്കാരിൽ പെണ്ണും പെടും പുരുഷനും പെടും. അപ്പൊ എന്താ ആൾക്കാർ ഒന്നിലധികം എന്തായിരിക്കും അവിടെ ആത്മീയവും എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് പറഞ്ഞു നോക്കി. കറക്റ്റ് ആണ്. ആൾക്കാരെന്ന് പറയുമ്പോ എന്താണ്? പീപ്പിൾ എന്നാണ് അർത്ഥം അല്ലെ? ജനങ്ങൾ, ആൾക്കാർ. പക്ഷെ ഇവിടെ ആദ്മീനെ ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പ്ലൂറൽ ഫോമിലേക്ക് ആക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കും? കുറെ അധികം ആണുങ്ങളോ അല്ലെങ്കിൽ പുരുഷന്മാരുള്ളപ്പോ നമ്മൾ എന്ത് പറയും? ഈശ്വരാ, ഞാൻ വല്ല GK ചോദ്യമാണോ ചോദിച്ചത്? ചിന്തിച്ചിരിക്കണോക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബ്രേക്ക് തരും. ഈ ബ്രേക്ക് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ബ്രേക്ക് കൊടുക്കൂല ഇനി. ഇനി അതാണ് ഉണ്ടാവാൻ പോണേട്ടാ. നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലാസ് കാണ്. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ ബ്രേക്ക് തരും. ഓക്കെ, സോ എന്തൊക്കെയാ കലിപ്പായിട്ടില്ല. ഓക്കെ, ബ്രേക്ക് ഞാൻ തരാം. ഓക്കെ, ഇവിടെ ഒരു ടൈം ഉണ്ട് ബ്രേക്ക് കൊടുക്കാനായിട്ട്. അതാവണുള്ളൂ, അതുകൊണ്ടാണ് ഡിലേ വരുത്തുന്നത്. ഓക്കെ, അടുത്ത ആളെ വിളിച്ചേ സർ. എവ്ലിൻ. എവ്ലിൻ ഒന്ന് പറഞ്ഞു നോക്കി. എവ്ലിൻ. ദൈവമേ, ഇതൊക്കെ എന്ത്? ഓക്കെ, ഗുഡ് മോർണിംഗ് എവ്ലിൻ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ എവ്ലിൻ ഒന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ പ്ലീസ്. ഓക്കെ, ഈ ആത്മീയവും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? പുരുഷന്മാർ. ഓക്കെ, ഈ പുരുഷന്മാരുടെ ഇംഗ്ലീഷ് ആർക്ക് പറയാൻ പറ്റും? പുരുഷന്മാരുടെ ഇംഗ്ലീഷ് എന്താണ്? യെസ്, അടുത്ത വിളിച്ചത് സർ. ശ്രീരാഗ്. ശ്രീരാഗ്, ഈ പുരുഷന്മാരുടെ ഇംഗ്ലീഷ് എന്താണ്? ശ്രീരാഗ് എന്ന് പറഞ്ഞു നോക്കിയേ. മാൻസ് അല്ലേ? തെറ്റാണ്. മാൻസ് തെറ്റാണ്. യെസ്, അടുത്ത ആളെ വിളിച്ചത് സർ. മാൻസ് ഇസ് റോങ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ സർ? ബൃന്ദ. ആ, ഇത് മറ്റേ ലിപ്സ്റ്റിക് പാർട്ടി അല്ലേ? അത് തന്നെ. യെസ്, ബൃന്ദ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ ബൃന്ദ. സാർ ഓപ്ഷൻ കൊടുക്ക്. ആ, വന്നോ. ആ, അപ്പൊ പറഞ്ഞോളൂ, എന്താണ് ഈ മാനിന്റെ പ്ലൂരൽ ഫോം? എന്താണ്? ഇപ്പൊ ഗേൾ, ഗേൾസ്. ഓക്കെ, ബോയ്, ബോയ്സ്. അപ്പൊ മാൻ എന്ത് പറയും? എന്താ പ്രൗഡോടെ പറഞ്ഞല്ലേ മാൻസ്. നമ്മൾ അങ്ങനെ പറയില്ല കേട്ടോ. മാൻസ് എന്നല്ല നമ്മൾ പറയുന്നത്. അതിന് പകരം നമ്മൾ എന്ത് പറയും? ആർക്ക് പറയാൻ പറ്റും? ജസ്റ്റ് ആർക്ക് പറയാൻ പറ്റും? യെസ്, ഒരാളെ വിളിച്ചേ സർ. ഓ, തീപ്പൊരി കത്തുന്നു. യെസ്, ഡോറിനെ വിളിച്ചോളൂ സർ. ആ, വൈഗ. വൈഗ എന്നുള്ള പേര്. ഞാൻ ആ കുട്ടിനെ കാണുമ്പോ ഡോറാന്നാ വിളിക്കണേ. ഡോറ ബുജ്ജി എവിടെ? യെസ്, ഡോറ ബുജ്ജി, വരൂ ഡോറ. ഡോറ മതി. അതാണ് ഉദ്ദേശിച്ച ബുജ്ജി. അല്ലാണ്ട് നീ കൊരങ്ങനെ വളർത്തോ? കൊള്ളാം, അത് അതിനേലും വലിയ സാധനം അല്ലെ. കൊരങ്ങനെ നമുക്ക് വളർത്താൻ പറ്റില്ലല്ലോ. ഏയ് വേണ്ട. എന്തിനാ ഇത്രയും വീട്ടിൽ കൊരങ്ങന്മാർ? നമ്മളെല്ലാരും കൊരങ്ങന്മാരൊക്കെ അല്ലേ. പിന്നെ എന്തിനാ വെറുതെ വേറൊരു കൊരങ്ങൻ, വേറൊരു ഉപദ്രവമായി മാറും നമുക്കത്. ഞാൻ അനിയത്തിനെ കൊരങ്ങെന്നാ വിളിക്കണതല്ലേ? സാർ അങ്ങനെ വിളിക്കില്ലേ? അയ്യോ, ഞാൻ വിളിച്ചു ഇവൾക്ക് എന്താ പറ്റിയത്? എന്റെ പേരൊക്കെ വിളിക്കണേ അല്ലേ? യെസ്, വൈഗ. അപ്പൊ ഒന്ന് പറഞ്ഞേ, മാനിന്റെ പ്ലൂറൽ ഫോം ഒന്ന് പറഞ്ഞേ. മെൻ. എവിടെ? ബുജ്ജിനെ നോക്കട്ടെ. ബുജ്ജി ഒന്ന് ചേച്ചിയുടെ സൈഡിലേക്ക് വരൂ. വാവ്, ഇല്ല ബുജ്ജിയുടെ കട്ടുണ്ടിട്ടാ. ഓ, ഇടി നടത്തേക്ക് വിളിച്ച്. നല്ല കുട്ടി. സൈഡ് മാത്രം. ഓ, അടിപൊളി. ഇല്ല, എനിക്ക് തോന്നണ ഇവളുടെ ഒരു നല്ല കട്ടുണ്ടല്ലേ കുട്ടിക്ക്? നല്ല വെട്ടുണ്ട്. അതെ, നല്ല രസമുണ്ട് കാണാൻ. പാറൂന്നാണോ പേര്? അടിപൊളി. എന്നെ പോലെ ഒക്കെ ഇരിക്കണ്ടല്ലോ സാർ. നല്ല ഹായ് പാറു.
ഹായ് പാറു. എന്റെ പേരും പാറുന്നാ. എനിക്കറിഞ്ഞൂടാ സത്യം. ചേച്ചി പഠിക്ക. ഇതേ ഡോറയും ബുജിയും. ഓക്കെ, സോ ദിസ് ഇസ് ഡോറ. ഡോറ ബുജിയുടെ അമ്മ പുറകെ കൂടെ പോകുന്നുണ്ട്. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോ ഡോറയും ബുജ്ജി ഒരു ടാറ്റ കൊടുത്തേ. ബുജ്ജി ഒരു ടാറ്റ കൊടുത്ത് നിൽക്കുന്ന കളർ കൊടുക്കണ്ടോ നോക്കട്ടെ. ഓക്കെ ഡൺ. ഓക്കെ, അപ്പോ താങ്ക് യു വൈഗ. ബൈ പാറു. യെസ്, അപ്പോ എന്താണ് നമ്മൾ പഠിച്ചത്? അതായത് ആദ്മിയോന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാല് മെൻ എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തെറ്റിക്കരുത്. നമ്മൾ ചിലപ്പോൾ തത്രപ്പാടിൽ മാൻസ് എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ദാറ്റ്സ് റോങ്. ഓക്കെ, മെൻ എന്നാണ് അർത്ഥം. അപ്പൊ നോക്കിയേ, ആദ്മിയോനെ പെഹലെ ഉസേ സംജായ. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ആദ്മിയോനെ പെഹലെ ഉസേ സംജായ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കി കൊടുത്തു. ആദ്യം എല്ലാവരും എന്ത് ചെയ്തു? ആദ്യം മനസ്സിലാക്കി കൊടുത്തു. സംജായ എന്ന് പറഞ്ഞാല് മനസ്സിലാക്കി വിശദീകരിച്ചു കൊടുത്തു. മോളെ അവിടെ നിന്ന് ഇറങ്ങിക്ക്, ഞങ്ങൾക്ക് മരം വെട്ടാനുള്ളതാണ്, പ്ലീസ് പെട്ടെന്ന് ഇറങ്ങിക്കുക എന്ന് പറഞ്ഞ് ആദ്യം മനസ്സിലാക്കി കൊടുത്തു. ഫിർ ധംകായ. ധംകായ എന്ന് പറഞ്ഞാൽ പിന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആദ്യം എന്താണ്, മറ്റേ സ്നേഹത്തിന്റെ ഭാഷയിലൊക്കെ നമ്മൾ പറയില്ല, ആദ്യം നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് വാണിംഗ് തരുന്നത് എങ്ങനെയാണ്? ആദ്യം ഒന്ന് പറയും മര്യാദയ്ക്ക് ഇരുന്നേ. പിന്നെ അവസാനം നിങ്ങൾ ഒട്ടും അനുസരിക്കാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതേ മര്യാദയ്ക്ക് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഇതേ പാരന്റിനെ വിളിക്കും, അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കി. അങ്ങനെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും? ആദ്യം കുറച്ച് എന്ത് ചെയ്യും? മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടാവണം, റോൾ നമ്പർ കൊടുക്കണം, അറേഞ്ച്മെന്റ് ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം. പിന്നെ നിങ്ങൾ അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കാണ്ട് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് ഭീഷണിപ്പെടുത്തല്ലേ, ഇതെന്താണ് ഇത് മര്യാദക്ക് അറേഞ്ച്മെന്റ് ആക്കി, പാരന്റ് എവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യം കയറും. സോ അത് ഞാൻ ഇവിടെ നടന്ന ആദ്യം എന്ത് ചെയ്തു? കുറച്ച് കൂട്ടം ആൾക്കാർ ആ പെൺകുട്ടിനെ മനസ്സിലാക്കി കൊടുത്തതേ, മോളെ ഒന്ന് ഇറങ്ങിക്കുക, ഇവിടെ നിന്ന് എന്താണിത്, ഞങ്ങൾക്ക് മരം വെട്ടാനുള്ളതല്ലേ എന്ന് മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ ആ കുട്ടിക്ക് എന്നിട്ട് മനസ്സിലായില്ല. അപ്പൊ എന്താണ് ചെയ്തവർ? ധംകായ എന്ന് പറഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ആരാണ് ഭീഷണിപ്പെടുത്തിയത് ആ പെൺകുട്ടിനെ? യെസ്, അടുത്ത ആൾ വിളിച്ചത്. യെസ്, ധനു. ആരാണ് ധനു ആ പെൺകുട്ടിനെ ഭീഷണിപ്പെടുത്തിയത്? മരം വെട്ടുകാർ. ഓക്കെ, അപ്പൊ പിന്നെ നോക്കി, എന്നിട്ട് പറയാണ് ഭീഷണിപ്പെടുത്താൻ മാത്രമല്ല, ബഹൂത്ത് ഡറായ, കുറെ അധികം പേടിപ്പിച്ചു എന്ന് പറയാണ്. ബഹൂത്ത് എന്ന് പറഞ്ഞാല് വളരെ അധികം പേടിപ്പിച്ചു എന്ന് പറയാണ്. ക്ലിയർ ആണോ? ബഹുത്ത് ഡറായ എന്ന് പറഞ്ഞാല് വളരെ അധികം ആ പെൺകുട്ടിനെ പേടിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് ആ പെണ്ണപ്പൊ തിരിച്ച് റിപ്ലൈ കൊടുത്താണ്, മേനെ ഉത്തരൂങ്കി, ഞാൻ ഇറങ്ങാൻ പോണില്ല. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, നഹി ഉത്തരൂങ്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങില്ല എന്ന് പറയാണ്. ഓക്കെ ആണോ? ഞാൻ ഇറങ്ങൂല എന്ന് ആ പെൺകുട്ടി നല്ല ഉറച്ച് പറയുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? തലാട്ടിക്ക്. ഓക്കെ ആണെങ്കിലും തലാട്ടിക്ക്. ഓക്കെ, യെസ്, വെരി നൈസ്. ഓക്കെ, അപ്പൊ സർ ബ്രേക്ക് കൊടുക്കാലോ? യെസ്. അപ്പൊ എന്ത് ചെയ്യാ? ഓടിപ്പോയി ഒരു 7 മിനിറ്റിന്റെ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടാ. സോറി, ആ പെൺകുട്ടി പറയാണ്, നോക്കിയേ, മേ നഹി ഉത്തരൂങ്കി, ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല. പെൺകുട്ടി തറപ്പിച്ച് പറയാണ്. അത്രയും വരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആണ് എന്നും തമ്പൊന്ന് കാണിച്ച് ക്ലിയർ ആണ്. അത്രയും വരെ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിനി ബാക്കി നോക്കാം. നോക്കിയേ, ലഡ്കി ചില്ലായി और एक शाखा पर बैठ गई. ഓക്കെ, पर बैठी പറയാണ്. ലഡ്കി ചില്ലായി, ആ പെൺകുട്ടി എന്താണ്? അലറി വിളിച്ചു. ചില്ലായി എന്ന് പറഞ്ഞാൽ എന്താണ്? അലറുക എന്നാണ് അർത്ഥം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് തലയാട്ടിക്ക്. ഓക്കെ ആണെങ്കിൽ ഒന്ന്. ഓക്കെ, സോ ചില്ലായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കെ നിലവിളിച്ചു. നിലവിളിക്കണ്ട, അലറി എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, നിലവിളിച്ചു. ആ പെൺകുട്ടി എന്ത് ചെയ്തു? ഉറക്കെ നിലവിളിച്ചിട്ട്, അതായത് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്നാണ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞത്. എന്നിട്ട് നോക്കിയേ, ഓർ ഏക് ശാഖ പർ ബൈഠ് ഗയി, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഒരു മരത്തിന്റെ കൊമ്പിൽ പോയ കുട്ടി എന്ത് ചെയ്തു? ഇരുന്നു എന്ന് പറയാണ്. ഓക്കെ ആണോ? ഒരു മരത്തിന്റെ കൊമ്പിൽ പോയ പെൺകുട്ടി ഇരുന്നു. ഇനി നോക്കിയേ, ആദ്മിയോനെ സോച്ച, അപ്പോ അവിടെ നിന്നിരുന്ന പുരുഷന്മാര് വിചാരിച്ചു. എന്താണ് വിചാരിച്ചത്? ആഖിർ കബി തോ ഉത്തരേഗി, എന്തൊക്കെ ആയാലും ഒടുവിൽ എപ്പോഴെങ്കിലും അവള് മരത്തിൽ നിന്ന് ഇറങ്ങുമല്ലോ. ഫുൾ ഡേ അല്ലെങ്കിൽ എന്താണ് എല്ലാ ദിവസവും എല്ലാ മാസവും നമ്മൾ മരത്തിൽ ഇരിക്കില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ എന്ത് ചെയ്തു? അവരങ്ങനെ വിചാരിച്ചു. എന്താ വിചാരിച്ചത്? ആഖിർ കബി തോ ഉത്തരേഗി, എപ്പോഴെങ്കിലും അവള് മരത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയാണ്. എപ്പോഴെങ്കിലും അവൾ എന്ത് ചെയ്യും? അവള് മരത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് വീണ്ടും വീണ്ടും പറയാണ്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ, ആഖിർ കബി തോ ഉത്തരേഗി എന്ന് പറഞ്ഞാല് ഒടുവിൽ അവൾ എപ്പോഴെങ്കിലും, കബി തോ എന്ന് പറഞ്ഞാല് എപ്പോഴെങ്കിലും ഇറങ്ങിക്കോളും. ഉത്തരേഗി എന്ന് പറഞ്ഞാല് ആ പെൺകുട്ടി ഇറങ്ങിക്കോളും എന്ന് പറയാണ്. ഓക്കെ ആണോ ബഡീസ്? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് കാണിച്ചേ. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതിൽ മീനിങ്സ് എഴുതാൻ പറ്റിയില്ല, അയ്യോ എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. മീനിങ്സ് എഴുതിയെടുക്കണം.
പറ്റുന്ന അത്രയും മീനിങ്സ് എഴുതിയെടുത്ത് പോകുക. ഇഫ് ദാറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്, ഒന്നോ രണ്ടോ മീനിങ്സ് വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡ് ഇതുപോലെ തന്നെ ഞാൻ അയച്ചു തരും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൽ നോക്കി നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ലൈഡ് നിങ്ങൾക്ക് നോക്കി എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തയിലേക്ക് പോട്ടെ. ഓക്കെ ആണെങ്കിലും അത് ഇങ്ങനെ കാണിച്ചേ. ഓക്കെ, ഇങ്ങനെ സർ മാറ്റി പിടിക്കാം. ഇങ്ങനെ ബോയ്സും കാണിക്കണം കേട്ടോ. ഇതെന്താണ് ഇത് എനിക്ക് വേണ്ട, ഇത് അടുത്തതിൽ കാണിക്കാം. ഇത് അടുത്തതിൽ കേട്ടോ. ഓക്കെ, ഇതാരാണ് കാണിച്ചത്? അദ്വൈത്. ഇത് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഓക്കേയിൽ കാണിക്കാം. ഓക്കെ, ഇങ്ങനെ. ഇനി ഇതൊന്ന് കാണിച്ചു നോക്കിയേ. ഓക്കെ ഇല്ലേ? എന്റെ ദൈവം, എല്ലാവർക്കും ഇതാണ് ഇഷ്ടം. ഇത് കാണിക്കും. ഓക്കെ, ബോയ്സും കാണിച്ച ബോയ്സ് ആണ് ഇത് കാണിക്കാൻ കുറച്ച് കാണിക്കൂലെന്നാ. ഇതെന്ന് അടിപൊളി കിടിലൻ. നമുക്ക് ചെയ്യാം, നെക്സ്റ്റിൽ അത് ചെയ്യാട്ടെ. എന്റെ ആദിദേവേ. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. തബ് കാട്ടേങ്കെ പേടുക പറയാണ്. എപ്പോഴെങ്കിലും അവൾ ഇറങ്ങുമല്ലോ. അപ്പോ തബ് എന്ന് പറഞ്ഞാല് അപ്പോൾ, കാട്ടേങ്കെ മുറിക്കാം, വെട്ടാം. എന്തിനെ? മരത്തിനെ. പേടുക്കോ, ക്ലിയർ ആണോ? തബ് കാട്ടേങ്കെ പേടുക്കോ എന്ന് പറഞ്ഞാൽ അപ്പോ മരത്തിനെ കൃത്യമായിട്ട് മുറിക്കാമെന്ന് അവര് പറയാണ്. ആരാണ് പറയുന്നത്? അപ്പം മരത്തിനെ മുറിക്കും, ഇപ്പൊ മുറിക്കണ്ട എന്ന് ആരാ പറയണത്? യെസ്, ഒരാളെ വിളിച്ചു. സർ പെട്ടെന്ന് വിളിച്ചോ. റാൻഡംലി വിളിച്ചോളൂ. ആരെയും. ആരാണ് സർ? അദ്വൈത്. യെസ്, അദ്വൈത് പറഞ്ഞേ. അദ്വൈത് ആരാണ് പറയുന്നത്? അവള് ഇറങ്ങി കഴിഞ്ഞിട്ട് മുറിക്കാൻ മരത്തിനെന്ന് ആരാ പറയണേ? യെസ്, വെരി ഗുഡ്. മരം വെട്ടാൻ വന്ന ആൾക്കാരാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ദിൻ ഹഫ്തെ മഹീനെ. ദിൻ എന്ന് പറഞ്ഞാല് ദിവസം. ഓക്കെ, ഇവിടെ അടിയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ദിൻ എന്ന് പറഞ്ഞാല് ദിവസം. ഹഫ്തെ എന്ന് പറഞ്ഞാൽ ആഴ്ച അല്ലെങ്കിൽ വീക്സ്. മഹീനെ എന്ന് പറഞ്ഞാല് മന്ത്സ് അല്ലെങ്കിൽ എന്താണ്? മാസം. ഓക്കെ, അപ്പോ ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. ബീത്ത് ഗയേ എന്ന് പറഞ്ഞാല് കടന്നുപോയി എന്നാണ് അർത്ഥം. ഓക്കെ ആണോ? ബീത്ത് ഗയേ എന്ന് പറഞ്ഞാല് കടന്നുപോയി. ഈ ദിവസങ്ങൾ, കുറെ ദിവസങ്ങൾ കടന്നുപോയി, കുറെ ആഴ്ചകൾ കടന്നുപോയി, കുറെ മാസങ്ങള് കടന്നുപോയി. ബീത്ത് ഗയേ എന്ന് പറഞ്ഞാല് കടന്നുപോയി എന്നാണ് അർത്ഥം. ഓക്കെ, പർ ലഡ്കി തോ ഉത്തരി ഹി നഹി. പക്ഷെ എത്ര ദിവസം എടുത്തിട്ടായാലും എന്താണ്? ലഡ്കി ഉത്തരി ഹി നഹി എന്ന് പറഞ്ഞാല് ലഡ്കി ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയില്ല എന്ന് പറയാണ്. ലഡ്കി തോ ഉത്തരി ഹി നഹി എന്ന് പറഞ്ഞാല് ലഡ്കി മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയേ ഇല്ല എന്ന് പറയാണ്. ഓക്കെ ആണോ? ലഡ്കി മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയേ ഇല്ല എന്ന് പറയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. തലാട്ടിക്ക് ഓക്കെ ആണ്. ഒന്ന് തല കറക്കി, ഒന്ന് കറക്കി എക്സസൈസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തല ഒന്ന് കറക്കി റൊട്ടേറ്റ് ചെയ്ത്. ഓക്കെ, അത് കഴിഞ്ഞ അടുത്ത എക്സസൈസ് ഇതിങ്ങനെ അല്ല ഇതിങ്ങനെ ഇത് ചെയ്താലും മതി. ഓക്കെ, വിച്ച് ഇസ് അപ്രോപ്രിയേറ്റ്. മുകളിൽ നിന്ന് പിടിക്കുക, ഒറ്റ വലി. മാങ്ങ പറിച്ച് കളിക്കുത്തല്ല കേട്ടാ, ഭയങ്കര രസത്തില് പെട്ടെന്ന് വലിക്കുക. ഓക്കെ, അത് ഇവിടെ കളിച്ചിട്ടുണ്ടോ സർ? മാങ്ങ പറിച്ച് കളിക്കുത്ത് ഇല്ല. കളിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. മാങ്ങ പറിച്ച് കളിക്കുത്ത് കളിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് ഓക്കെ അല്ലേ? അതായത് ഇത്ര മാസങ്ങൾ കടന്നു പോയിട്ടും ആ പെൺകുട്ടി എന്താണ്? ആ മരത്തിൽ നിന്ന് ഇറങ്ങിയില്ല എന്ന് പറയാണ്. ഓക്കെ, അടുത്തയിലേക്ക് പോവാം. ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയേ. लोगों को पता चला तो उनके लिए खाना पानी स्टव किताब गद्दा कंबल कपड़े सब लाए. लोगों को जब पता चला, ആൾക്കാർ എപ്പോഴാണോ ഈ ഒരു വിവരം അറിഞ്ഞത്? എന്താണ് ആ വിവരം? യെസ്, അടുത്തൊരാളെ വിളിച്ചത് സർ. എന്ത് വിവരമാണ് അവർ അറിഞ്ഞത്? ഹണിക്കുട്ടി, എന്ത് വിവരമാണ് അവർ അറിഞ്ഞത്? ഹണി, വെരി ഗുഡ്. ഈ ഒരു കുട്ടി മരത്തിൽ മാസങ്ങളായിട്ടിരിക്കുന്ന കാര്യം അവരറിഞ്ഞപ്പോ, ആരറിഞ്ഞപ്പോ? ആൾക്കാര്. ലോകവും എന്ന് പറഞ്ഞാല് ദി പീപ്പിൾ. ഓക്കെ, ആൾക്കാര് ഈ ഒരു കാര്യം അവരെപ്പോഴാണോ അറിഞ്ഞത്? എന്തറിഞ്ഞത്? ഇപ്പൊ നമ്മളോട് ഹണി പറഞ്ഞ കാര്യം. എന്താണ് ഹണി പറഞ്ഞ കാര്യം? ആ പെൺകുട്ടി മരത്തിലിരിക്കുന്ന കാര്യം ആ ചുറ്റുപാടുള്ള ആൾക്കാർ എപ്പോഴാണോ അറിഞ്ഞത്? തോ ഉനിക്കേലിയെ, അപ്പോ അവൾക്ക് വേണ്ടി. തോ എന്ന് പറഞ്ഞാല് അപ്പോൾ, ഉനിക്കേലിയെ എന്ന് പറഞ്ഞാല് ആ കുട്ടിക്ക് വേണ്ടി. കുട്ടിയുടെ പേരെന്താണ്? യെസ്, അടുത്ത ആളെ വിളിച്ചത് സർ. ജോയൽ. ആ കുട്ടിയുടെ പേരെന്താണ്? ജോയൽ എന്ന് പറഞ്ഞേ. ജോആൻറ്റോ പറഞ്ഞു. ആ കുട്ടിയുടെ പേരെന്താണ്?
എടാ കുട്ടിയുടെ പേരൊന്ന് പറഞ്ഞേ പെട്ടെന്ന്. ഓക്കെ വിളിച്ചോ. ഡെസ്റ്റിയ. ഡെസ്റ്റിയ, ആ കുട്ടിയുടെ പേരെന്താണ്? ഡെസ്റ്റിയ എന്ന് പറഞ്ഞേ. ഡെസ്റ്റി അൺമ്യൂട്ട് ആയിട്ടില്ല. അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നില്ല ആൻസർ. ആഷ്മി. ആഷ്മിയ പറഞ്ഞ കുട്ടിയുടെ പേരെന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറയോ? വെരി ഗുഡ്. ജൂലിയ എന്നാണ് പെൺകുട്ടിയുടെ പേര്. അപ്പൊ പറയാണ് ഖാന, പാനി, സ്റ്റവ്, കിതാബ്, ഗദ്ദ, കമ്പൽ, കപ്പടെ, സബലായെ. അപ്പൊ ആ പെൺകുട്ടിക്ക് വേണ്ടി എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ഖാന. എന്താണ് ഖാന എന്ന് പറഞ്ഞാൽ കാണിച്ച് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ച്. ഖാന എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കാണിക്കണം കേട്ടാ. കാണിക്കാത്ത ആളെ പിടിച്ചോട്ടെ സർ. ഖാന എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണെന്ന് വിചാരിക്കുക. നല്ല പുട്ടും നല്ല വറുത്തരച്ച കടലക്കറിയും ഒരു പപ്പടവും 2 പഴവും മുട്ട. മുട്ട വറുത്തതാ? ഇല്ല, കോമ്പിനേഷൻ ആണോ? ഓക്കെ, അപ്പൊ അതൊന്ന് കഴിച്ചെല്ലാരും. ഖാന എന്ന് പറഞ്ഞാല് ഭക്ഷണം എന്നാണ് അർത്ഥം. ഓക്കെ, ഖാന ഭക്ഷണം. പാനി, ഇനി ഒന്ന് പാനി കുടിച്ച എല്ലാരും ഒന്ന്. എന്താണ് പാനി എന്ന് പറഞ്ഞാല്? ഓ എന്റെ ദൈവമേ, പാനി. യെസ്, പാനി എന്ന് പറഞ്ഞാല് വെള്ളം. ഓ ശ്രീവേദ്, വെരി ഗുഡ്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ഇൻ റിയൽ ലൈഫ് ഗ്ലാസ് ഒക്കെ ആയിട്ട് വെള്ളമൊക്കെ ആയിട്ട് വരയ്ക്കണം. ഓക്കെ, വെരി നൈസ്. ഇനി സ്റ്റവ്. എല്ലാവരും ഒന്ന് സ്റ്റവ് കത്തിച്ച്. സ്റ്റവ് ഒന്ന് കത്തിച്ച്. എന്താണ് സ്റ്റവ് നോക്കട്ടെ. സ്റ്റവ് ഞങ്ങളുടെ വീട്ടിൽ ഇൻഡക്ഷൻ ആണുള്ളതല്ലേ. ടിങ് ടിങ് മറ്റേ ഇത് വെച്ചിട്ട് അണ്ട് പിന്നെ പാത്രം വയ്ക്കുന്നു, ഇളക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു. ഓക്കെ, സ്റ്റവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഭക്ഷണം ഉണ്ടാക്കുന്ന സ്റ്റവ്. അറിഞ്ഞൂടെ? ഗ്യാസ് സ്റ്റവ് അറിയാലോ. അറിയെങ്കിലും ടാറ്റാണ് ഗ്യാസ് സ്റ്റവ് അറിയാം. ഇനി അടുത്തത് കിതാബ്. എന്താണ് കിതാബ് എന്ന് പറഞ്ഞാൽ? സ്ക്രീനിൽ കാണിച്ച്. കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിതാബ്. ടെക്സ്റ്റ് ബുക്ക് അറിഞ്ഞുള്ളത് കാണിക്കരുത് കേട്ടോ. ഇങ്ങനെ കാണിക്കണം. വെരി ഗുഡ്. കിതാബ് എന്ന് പറഞ്ഞാൽ ബുക്ക്. ഇനി ഗദ്ദ. ഗദ്ദ എന്ന് പറഞ്ഞാല് മാട്രസ്. ഗദ്ദ എന്ന് പറഞ്ഞാല് മാട്രസ് എന്നാണ് അർത്ഥം. കിടക്ക. ഓക്കെ, ഇപ്പൊ എമാ മാട്രസ് ഇല്ലേ, കേട്ടിട്ടില്ലേ? എമാ മാട്രസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചു. എമാ മാട്രസ് അല്ലേ, ജർമ്മനിയിൽ നിന്ന് ഉത്പാദിച്ച വലിയ മാട്രസ്. യെസ്. ഓക്കെ, ഇനി അടുത്തത് കമ്പൽ. കമ്പൽ എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയ പുതപ്പിനെയാണ് നമ്മൾ കമ്പൽ എന്ന് പറയുന്നത്. കമ്പിളി പുതപ്പ്. ഓക്കെ, കട്ടി കൂടിയ പുതപ്പിനെയാണ് നമ്മൾ കമ്പൽ എന്ന് പറയുന്നത്. നോക്കിയേ, കപ്പടെ. കപ്പടെ എന്ന് പറഞ്ഞാൽ വസ്ത്രം. ഓക്കെ, അല്ലെങ്കിൽ ഉടുപ്പ്. സബ് ലേ ആയി. ഇതെല്ലാനും ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്ത് കൊടുത്തു? കൊണ്ടു കൊടുത്തു എന്ന് പറയാണ്. എന്തൊക്കെയാണ് കൂടെ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയത് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ. എന്തൊക്കെയാണ് കൊണ്ടു കൊടുത്തെന്ന് ചോദിക്കും. ഖാന, പാനി, കിതാബ്, ഗദ്ദ, കമ്പൽ, കപ്പട. സോറി, മറന്നുപോയി. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് പറയാം. ഖാന, പാനി, സ്റ്റവ്, കിതാബ്, ഗദ്ദ, കമ്പൽ, കപ്പടെ, സബ് ലേ ആയി. ഇതെല്ലാനും ആ കുട്ടിക്ക് എന്ത് ചെയ്ത് കൊടുത്തു? കൊണ്ടു കൊടുത്തു. ആരാണ് കൊണ്ടു കൊടുത്തത്? യെസ്, ഒരാളെ വിളിച്ചു സാർ. ആരാണ് ഈ കുട്ടിക്ക് ഈ സാധനങ്ങളെ കൊണ്ട് കൊടുത്തത്? യെസ്, വിളിച്ചോളൂ സർ. അഭിനന്ദ ആൻഡ് അനുനന്ദ. യെസ്, പറഞ്ഞേ, ആരാണ് കൊണ്ടു കൊടുത്തത് ഈ സാധനങ്ങളൊക്കെ? എന്തോ? അവിടുത്തെ ആൾക്കാർ. വെരി ഗുഡ്. അപ്പൊ ഇനി രണ്ടുപേരോടും ചോദിക്കണ്ടല്ലോ, രണ്ടുപേരും ഒരുമിച്ച് ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അവിടുത്തെ ആൾക്കാരാണ് ഈ കാര്യങ്ങളെല്ലാനും കൃത്യമായിട്ട് ആർക്കാ കൊണ്ടു കൊടുത്തത്? യെസ്, അടുത്ത ആൾ വിളിച്ചത്. ആർക്കാണ് കൊണ്ടു കൊടുത്തത്? ധ്രുവിൻ. ധ്രുവിന് ആർക്കാണ് ധ്രുവിന് ഇത് കൊണ്ട് കൊടുത്തത്? ജൂലിയക്ക് കൊണ്ടു കൊടുത്തു. ഇത്രയും വരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ നിന്ന് ഒരു തമ്പ് കാണിച്ച് സ്ക്രീനിൽ. ഇത്രയും വരെ ക്ലിയർ ആണെങ്കിൽ ഓക്കെ. യെസ്, വെരി നൈസ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. നോക്കിയേ, ശുക്രിയ. ഒരു നല്ല കാര്യം ഒരാൾ നമ്മളോട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് എന്ത് മറുപടി ആയിരിക്കും പറയാ? യെസ്, ഒരാളോട് ചെയ്ത് സൺ കിസ്ഡ് ആയിട്ട് ഒരാൾ ഇരിക്കണ്ടല്ലോ. ആരാണ് ഇപ്പുറത്ത്? ധ്രുവിന്റെ ഇപ്പുറത്ത് ആൽവിയോ. കാണാൻ പറ്റുന്നുണ്ടാ? സൺ കിസ്ഡ് ആണ്. സണ്ണില്ല പക്ഷെ പുറത്ത്. മഴക്കാർ കിസ്ഡ് ആണിത് അല്ലേ? മഴക്കാർ കിസ്ഡ്. ഓക്കെ, എന്താണ് സാർ? ആൽവിയോ. ആ സാരില്ലടാ, നിനക്ക് കാണാനും എഴുതാനും പറ്റുന്നില്ലേ? ആ സാരില്ല. അപ്പൊ എഴുതാൻ ഇത്തിരി വിട്ടു പോയിട്ടുണ്ടെങ്കിലും അത് പിന്നീട് എഴുതി എടുത്താൽ മതി, സ്ലൈഡ് അയച്ചു വരുമ്പേട്ടാ. ഓക്കെ, കൂടുതൽ കണ്ണിന് സ്ട്രെസ് കൊടുക്കേണ്ട കറണ്ട് ഇല്ലാത്ത സമയത്ത്. കണ്ണിന്ന് വെള്ളം വരും വെറുതെ. ഓക്കെ, സോ ആൽവിയോനോടൊരു ചോദ്യം ചോദിക്കാൻ വന്നത് ഞാൻ മറന്നുപോയി. യെസ്, ആൽവിയോ. ഒരു നല്ലൊരു കാര്യം ഒരാൾ ആൽവിയോക്ക് ചെയ്തു തരുമ്പോൾ ആൽവിയോ തിരിച്ചെന്താ ആദ്യം മറുപടി കൊടുക്കും? ഒരു ഹെൽപ്പ് അങ്ങോട്ട് ആൽവിയോക്ക് ചെയ്തു തരുമ്പോൾ ആൽവിയോ നോർമലി എന്ത് സഹായമാണ് എന്തായിരിക്കും തിരിച്ചു പറയാ?
എന്റെ ദൈവമേ ആൽവിയോ, നീ അടിപൊളിയാണ് കേട്ടോ. ശുക്രിയ നല്ലടാ. ഞാൻ ഉദ്ദേശിച്ചത് താങ്ക് യു എന്നാണ്, പക്ഷെ നീ കിട്ടില്ല നല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശുക്രിയ എന്ന് പറയും. ഓക്കെ, ശുക്രിയ എന്ന് പറഞ്ഞാല് താങ്ക് യു എന്നാണ് അർത്ഥം. എല്ലാവരും ഒന്ന് കാണിച്ചേ, താങ്ക് യു ഒന്ന് കാണിച്ചേ. താങ്ക് യു, ശുക്രിയ എന്ന് പറയാം. ശുക്രിയ എന്ന് പറഞ്ഞാൽ മതി, ശുക്രിയ. ഓക്കെ, ഇനി അമ്മനോട് അച്ഛനോടൊക്കെ 2-3 ദിവസം ശുക്രിയ എന്ന് പറയണം കേട്ടോ. അപ്പൊ അവര് ഇവർക്ക് എന്താ വട്ടായ അല്ലെ? അല്ലെങ്കിൽ വേറൊരുണ്ട് ധന്യവാദ്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ധന്യവാദ് എന്ന് പറഞ്ഞാലും എന്താണ്? താങ്ക് യു എന്ന് തന്നെയാണ് അർത്ഥം. ശുക്രിയ എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം? താങ്ക് യു എന്ന് തന്നെയാണ് മീനിങ് വരുന്നത്. അപ്പൊ ശുക്രിയ എന്ന് ആര് പറഞ്ഞു? ലടുക്കി പറഞ്ഞു. ആരോട്? ആൾക്കാരോട് പറഞ്ഞു. ആൾക്കാർ കുറെ സാധനങ്ങൾ കൊണ്ട് കൊടുത്തില്ലേ, ആ ആൾക്കാരോട് ലടുക്കി എന്ന് പറഞ്ഞു, താങ്ക് യു എന്ന് പറഞ്ഞു. ലടുക്കി ചെഹച്ചായി എന്ന് പറഞ്ഞാല് ലടുക്കി ഒരു കാര്യം കൃത്യമായിട്ട് വളരെ മിതമായിട്ടുള്ള വോയിസിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയാണ്. ഓക്കെ, ഇനി നോക്കിയേ, സനേ ചിടിയോ കീ തര. സനേ ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി. ഓക്കെ, നോർമലി കിളികളെ പോലെ. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കിളികൾ. കിളിയല്ല, കിളി, ചിടിയ. ചിടിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? കിളികൾ എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ചിടിയോ കീ തര, കുറച്ച് കിളികളെ പോലെ എന്ത് ചെയ്തു? പേട് പർ അപ്നാ ഘോസ്ല ബനാലിയ. ചിടികൾ എങ്ങനെയാണോ മരത്തിൽ തന്റെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ചിടിയ എങ്ങനെയാണോ മരത്തില് തന്റെ കൂട് ഉണ്ടാക്കുന്നത്, അതുപോലെ ആര് കൂട് ഉണ്ടാക്കി? യെസ്, അടുത്ത ആളെ വിളിച്ചു സർ. ആരാണ് കൂട് ഉണ്ടാക്കിയത്? യെസ്, വിളിച്ചോളൂ സർ. ടുവാൻസിയ അല്ലെ? ടുവാനസ. ഓ, ഞാൻ 2 എന്നാണല്ലോ വിളിക്കുന്നത്. യെസ്, ഓക്കെ, 2. അപ്പൊ ഒന്ന് പറഞ്ഞ, ആരാണ് കിളികളെ പോലെ കൂടുണ്ടാക്കിയത്? പെൺകുട്ടി. വെരി ഗുഡ്, പെൺകുട്ടിയാണ് കിളികളെ പോലെ എന്ത് ചെയ്ത് തനിക്കൊരു കൂട്. ഘോസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? സർ, ഘോസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഘോസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോണെ, എന്താണ് ആരോണെ ഘോസ്ല എന്ന് പറഞ്ഞാല്? നമ്മൾ പഠിച്ചതാണ്. കൂട് ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? യെസ്, അടുത്ത ആൾ പഠിച്ചത് സർ. വെരി ഗുഡ് ആരോണെ, ഗുഡ് ബോയ്. ഏത് അഭിരാം, ഏത് ക്ലാസ്സിലാണ് നമ്മൾ ഈ കൂടെന്ന് പറയുന്ന ചാപ്റ്റർ, കൂടെന്ന് പറയുന്ന റെഫറൻസ് വെച്ച് പഠിച്ചത്? ഓഫ്, എന്താ ജാണ് പേട്. ഇതൊക്കെ എന്നോട് ചോദിക്കണം എന്തിനാണല്ലേ? അല്ലെ, അവന് മുഖം നോക്കി ശ്രദ്ധ തന്നെ അല്ലേ? നല്ല രസം. വെരി ഗുഡ്. പേട് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ അത് പഠിച്ചത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണോ കിളികൾ കൂടുണ്ടാക്കുന്നത്, അതുപോലെ തന്നെയാണ് ആര് കൂടുണ്ടാക്കിയത്? നമ്മുടെ ലഡിക്ക് അല്ലെങ്കിൽ ജൂലിയ കൃത്യമായിട്ട് കൂട് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ചിരിച്ച് എല്ലാവരും സ്ക്രീനിൽ നോക്കി. ഓക്കെ ആണെങ്കിൽ അഭിരാമിന് ക്ലിയർ അല്ല, ദേഷ്യം കയറിയിരിക്കുകയാണ്. ക്ലിയർ അല്ലേ അഭിരാമേ? ആ, ഓക്കെ. ചിരിക്കാൻ പറഞ്ഞിട്ട് തമ്പ് കാണിക്കണം, കൊള്ളാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തേക്ക് പോവാം. ഇത് എഴുതാണ്ടിരിക്കരുത് കേട്ടോ, നിങ്ങൾ മീനിങ്സ് എഴുതാണ്ടിരിക്കരുത്. ഓക്കെ, ബാരിഷ് ആയി. അപ്പോ പറയാണ് മഴ വന്നു. ഓക്കെ, ബാരിഷ് ആയി, സർദി ആയി, ഭയങ്കർ ആദി तूफान आए, बर्फ पड़ी पर पेड़ ने लड़की को बचाए रखा और लड़की ने पेड़ को. പറയാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറയാം കേട്ടോ. ബാരിഷ് ആയി. ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാരിഷ്. യെസ്, ഒരാളെ വിളിച്ചത് സർ, ഈ മൗസം കി ബാരിഷ്. നമ്മൾ പാട്ട് കേട്ടിട്ടാ. എന്താണ് ബാരിഷ് എന്ന് പറഞ്ഞാല്? ആര്യനന്ദന. യെസ്, ആര്യനന്ദന. ആര്യ, എന്താണ് ആര്യ? ബാരിഷ് എന്ന് പറഞ്ഞാല് മഴ. അപ്പൊ പറയാണ് മഴ വന്നു. ഓക്കെ, ഏതൊരു സ്ഥലമാകുമ്പോ മഴ വരും. മഴ വന്നു. ബാരിഷ് ആയി എന്ന് പറഞ്ഞാല് മഴ വന്നു. സർദി ആയി. സർദി എന്ന് പറഞ്ഞാല് തണുപ്പ് വന്നു. അയ്യോ, ആ ഛർദി അല്ല, അത് അത് ഈശ. നമ്മൾ വൊമിറ്റ് ചെയ്യണേന് ഈശായാണ് ഛർദി. ഇതെന്താണ്? സർദി, സായാണ്. ഇല്ല, അങ്ങനെയല്ല. ഓക്കെ, സോ ബാരിഷ് ആയി എന്ന് പറഞ്ഞാൽ മഴ വന്നു. മഴയ്ക്ക് പുറകെ എന്ത് വന്നു? തണുപ്പ് വന്നു. തണുപ്പ് കഴിഞ്ഞിട്ട് എന്താണ്? ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ആദി തൂഫാൻ. ആദി തൂഫാൻ എന്ന് പറഞ്ഞാൽ കാറ്റും മഴയും വന്നു. വളരെയധികം എന്താണ്? ഭയങ്കര സ്പോർട്സിൽ വരുന്ന കാറ്റും, ഒടുക്കത്തെ കാറ്റും മഴയും വന്നു എന്ന് പറയാണ്. ആയേ ബറഫ് പടി. ബറഫ് മഞ്ഞ് വരെ വീണു എന്ന് പറയാണ്. അപ്പൊ എന്തൊക്കെയാണ് സംഭവിച്ചത്? മഴ വീണു. എന്താണ്? സർദി. മഴ ബാരിഷ് ആയി, സർദി ആയി. സർദി എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ് വന്നു. വളരെയധികം ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വളരെയധികം എന്താണ് അതിനെ പറയണത്? വളരെയധികം ഭീകരമായിട്ടുള്ള കാറ്റും
എന്താണ്, കൊടുങ്കാറ്റ് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആദ്യം തൂഫാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് കൊടുങ്കാറ്റ് എന്ന് എഴുതിക്കോട്ടെ. കൊടുങ്കാറ്റ് വിൽ ബി ദി പെർഫെക്റ്റ് ആൻസർ. കൊടുങ്കാറ്റ് വന്നു. ബറഫ് പടി, ബറഫ് എന്ന് പറഞ്ഞാൽ ഐസ് വരെ വീണു എന്ന് പറയാണ്. എന്നിട്ട് പറയണ നോക്കി, സ്റ്റേറ്റ്മെന്റ് നോക്കി, പർ പേടിനെ, പക്ഷേ ഇത്രയും സംഭവങ്ങൾ സംഭവിച്ചിട്ടും എന്താണ്, പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. പെൺകുട്ടി ഷി വാസ് ദേർ, അവൾ അവിടെ നിന്ന് ഇറങ്ങിയേ ഇല്ല. എന്നിട്ട് പറയാണ് പർ പേടിനെ ലടുക്കിക്കോ ബച്ചായ റഖ, പേട് എന്ത് ചെയ്തു, മരം പെൺകുട്ടിനെ സൂക്ഷിച്ചു വെച്ചു, അല്ലെങ്കിൽ പെൺകുട്ടിനെ സെക്യൂർ ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ രക്ഷിച്ചു എന്ന് പറയാണ്. ആര്, പേട് മരത്തിനെ രക്ഷിച്ചു. അതുപോലെ തന്നെ തിരിച്ചും എന്ത് ചെയ്തു, ലടുക്കീനെ പേടിക്കോ, തിരിച്ചതുപോലെ തന്നെ ആ പെൺകുട്ടി ആർക്കാണ് ഹെൽപ്പ് ചെയ്തത്, ആരെയാണ് സഹായിച്ചത്, ആ പേടിനെ സഹായിച്ചു എന്ന് പറയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഒന്നും കൂടെ പറയാം. ഇത്രയും അധികം ഡിഫിക്കൽട്ടീസ് വന്നിട്ടും മരം ലടുക്കീനെ എന്ത് ചെയ്തു, മരം ആ പെൺകുട്ടിനെ സൂക്ഷിച്ചു വെച്ചു. അതുപോലെ തന്നെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിയില്ല. ഇത്ര പ്രശ്നം ഉണ്ടായിട്ടും ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിയില്ല. പെൺകുട്ടി ആ മരത്തിനെ സൂക്ഷിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ അത്? യെസ്, വെരി നൈസ്. അപ്പൊ നമുക്കിനി അടുത്തയിലേക്ക് പോവാം. അപ്പൊ പെൺകുട്ടി ഇപ്പൊ എന്താണ്, എത്ര മാസമായി, എത്ര നാളായി ആ പെൺകുട്ടി ആ മരത്തിന്റെ കൂടെ? യെസ്, ഒരാളെ വിളിച്ചു സർ, എത്ര നാളായി? യെസ്, ഡാനിയൽ. എത്ര നാളായി ഡാനിയൽ ആ പെൺകുട്ടി ആ മരത്തിന്റെ കൂടെ? ഡാനിയലെ പറഞ്ഞോ. ഹലോ ഡാനിയൽ, എത്ര നാളായി ആ പെൺകുട്ടി ആ മരത്തിന്റെ കൂടെ നിക്കണേ? എന്റെ ദൈവമേ, 200 അല്ല 738. എടാ, അതിപ്പോ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, അത് വരണല്ലേ ഉള്ളൂ. എന്റെ ദേവി, നമ്മളൊരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി, അവിടെയാണല്ലേ, ഞാൻ അപ്പുറത്താണെന്ന് വിചാരിച്ചു. ഓക്കെ, ദിന് ബീത്തെ, മഹീനെ ബീത്തെ, ഹഫ്തെ ബീത്തെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്ര നാളായിട്ടുണ്ടാവും ശരിക്കും? യെസ്, ഒരാളെ വിളിച്ചത് സർ. അപ്പൊ അതിനർത്ഥം കുറെ മാസങ്ങളായിട്ടുണ്ടാവുന്നതാണ് കേട്ടോ. യെസ്, ഫൈഹ. കുറെ മാസങ്ങളായിട്ട് ഈ പെൺകുട്ടി എവിടെയാണ് ഫൈഹ? വീട്ടിലാണോ അതോ ട്രിപ്പിന് പോയോ? എവിടെയായിട്ടാണ് ഈ പെൺകുട്ടി നിൽക്കണേ? മരത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, മരത്തിൽ ഈ പെൺകുട്ടി നിൽക്കുകയാണ്. അപ്പൊ നോക്കി, കഹാനി പഠിക്കർ സുനാവും, കഥ പറഞ്ഞ് കേൾപ്പിച്ച് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ സംസാരിക്കാൻ ആകെയുള്ള ഒരു ആശ്രയം, അല്ലെങ്കിൽ സംസാരിക്കാൻ ആകെയുള്ള ഒരു വ്യക്തി ആരാണ് അവിടെ ആ പെൺകുട്ടിക്ക് ഉള്ളത്? യെസ്, ഒരാളെ വിളിച്ചത് സർ. ഏഞ്ചൽ മരിയ. ആരാണ് സംസാരിക്കാൻ ആകെയുള്ള ഒരു ആശ്രയം എന്നൊക്കെ നമുക്ക് പറയാം. ആരാണത്? ആ പെൺകുട്ടിക്ക് ആകെ സംസാരിക്കാനുള്ള ആ ഒരു വ്യക്തി ആരാണ്? ഏഞ്ചലെ. ഏഞ്ചലെ, അൺമ്യൂട്ട് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇല്ല. യെസ്, അടുത്ത ആളോട് ചോളൂ സർ. ആമിൽ ഒന്ന് പറഞ്ഞേ, ആ പെൺകുട്ടിക്ക് ആകെ സംസാരിക്കാനുള്ള ആകെ ഒരാൾ ആരാണ് അവിടെ? മരം. സോ ഷീ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ദ ട്രീ. ആ മരത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. കഹാനി പഠിക്കർ സുനാവും, കഥ പറഞ്ഞ് കേൾപ്പിച്ച് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. കഹാനി പഠിക്കർ സുനാവും, കഥ പറഞ്ഞ് കേൾപ്പിച്ച് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് എന്ത് ചെയ്യും? കബി പേട് സേ പൂച്ച്തി. അപ്പൊ ഇടയ്ക്ക് ഈ പെൺകുട്ടി ഇങ്ങനെ പേടിനോട് ഈ വക കാര്യങ്ങളൊക്കെ ചോദിക്കും. കബി ലടുക്കി പേട് സേ പൂച്ച്തി എന്ന് പറഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടി ഈ ഒരു കാര്യം മരത്തിനോട് ചോദിക്കുമെന്ന് പറയാണ്. തിരിച്ച് റിപ്ലൈ നോക്കി, തോ കബി പേട് ലടുക്കി കോ അപ്നെ പത്തോ സേ ഹവാ കാ ബഹതാ രാഗ് സുനാത്ത. അപ്പോ ചിലപ്പോ എന്താണ്, പെൺകുട്ടി അങ്ങോട്ട് കയറി സംസാരിക്കും, കഥ പറഞ്ഞു തരട്ടെ എന്നൊക്കെ പേടിനോട് ചോദിക്കുമ്പോ തിരിച്ച് ഇടയ്ക്ക് പേടും തിരിച്ച് ആളോട് സംസാരിക്കും, ലടുക്കിനോട് സംസാരിക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം പേടിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അതിന് പകരം പേട് എന്താണ് ചെയ്യുന്നത്? പേട് ലടുക്കിക്കോ, മരം എന്താണ് ചെയ്യുന്നത്? പെൺകുട്ടിക്ക് എന്താ കാണിച്ചു കൊടുക്കുന്നത്? അപ്പനെ പത്തേ സേ ഹവാക്ക, തന്റെ ഇലകൾ ആട്ടിയിട്ട് എന്ത് ചെയ്യും? എന്തിലാണ് ഇലകൾ ആടുന്നത്? യെസ്, അടുത്തൊരാളെ വിളിച്ചേ. എന്തിലാണ് ഇല ആടുന്നത്? യെസ്, വിളിച്ചോളൂ സർ. ഷൈൻ. എന്ത് കൊണ്ടിട്ടാണ് ഈ ഇലകൾ ആടുന്നത് മരത്തിലെ? കാറ്റുകൊണ്ട്. ഓക്കെ, സോ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കാറ്റുകൊണ്ട് പെൺകുട്ടി ഇങ്ങോട്ട് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ തിരിച്ച് പേട് എന്ത് ചെയ്യും? ഒരു റിപ്ലൈ കണക്കിന് തിരിച്ചും സംസാരിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മരമായാൽ അതിന് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ സംസാരിക്കില്ല, അതിന് പകരം അത് എന്ത് ചെയ്യും?
തന്റെ ഇലകളെ കാറ്റിന്റെ ആ ഒരു ഫോഴ്സിൽ ഇട്ടാട്ടിയിട്ട് നോക്കിയേ, പത്തോസേ ഹവാ കാ ബെഹത്ത, പത്തോസേ അതായത് കാറ്റ് വന്ന ഇലകൾ ആടുന്ന, ആ ബെഹത്ത എന്ന് പറഞ്ഞാൽ ഇലകൾ ആടി ഉലയുന്ന. ഓക്കെ, രാഗ് സുനാത്ത, രാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ട്യൂണിങ് ഗേളിന് കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറയാണ്. ഓക്കെ ആണോ? ഓക്കെ, അതായത് ഗേൾ ചോദിക്കും എന്തെങ്കിലും കഥ പറഞ്ഞ് കേൾപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് റിപ്ലൈ എന്താ പറഞ്ഞത്? തിരിച്ച് റിപ്ലൈ എന്ന് പറഞ്ഞാൽ തന്റെ ഇലകളെ ഉള്ള കാറ്റിൽ ആട്ടിയിട്ട് അതിന്റെ ട്യൂണിങ് ആർക്ക് കേൾപ്പിച്ചു കൊടുക്കും? ആ ഗേളിന് കേൾപ്പിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ രണ്ട് കൈ വെച്ച് നോക്കേ എന്ന് കാണിച്ച്, രണ്ട് കൈ വെച്ച് നോക്കി എന്ന് കാണിച്ച്. ഓ വെരി, ഇതാരാണ് സാർ ഇത്? അതെ അതെ, ഇപ്പുറത്ത് അഭിനവും ഉണ്ട്. ഇപ്പുറത്ത് ആരാണ്? അതാരാണ് സാർ? നിവേദേ, ഓടിപ്പോയി ഒന്ന് കണ്ണ് കഴുകിയിട്ട് ഓടി വന്ന്, ഓടിപ്പോയി കണ്ണ് കഴുകിയിട്ട് ഓടി വരാം കേട്ടോ. നിവേദം കാണിക്കണം ഇങ്ങനെയാണ് അല്ലേ? ഓക്കെ എന്ന് കാണിക്കാൻ പറഞ്ഞപ്പോ ഓക്കെ, എന്നാ പിടിക്ക്, വേണമെങ്കിൽ എടുക്ക, എനിക്കൊന്നും വയ്യ അല്ലെ നിവേദേ? ഉറക്കം വരണ്ടാ ചെറുതായിട്ട്? എന്നാ പോയി കണ്ണ് കഴുകിയിട്ട് വായോ. ഓക്കെ, സാരില്ല, ഓടിപ്പോയി കണ്ണ് കഴുകിയിട്ട് വായോ കേട്ടോ. മീനിങ്സ് എഴുതെടുക്കണില്ലേ നിവേദ്? തമ്പ് കാണിച്ചാ മതി, എഴുതണില്ലേ? യെസ്, അപ്പൊ അത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇത്രയും വരെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഇങ്ങനെ കാണിച്ചേ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഇതെന്താണ്, ഇത് ക്രോസ് അല്ലേ, ഇത് ക്ലിയർ അല്ല എന്നല്ലേ? ഓക്കെ ഓക്കെ ഡൺ. ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹട്ടേ കട്ടേ ആദ്മിയോ കെ സേട്ട്. ഹട്ടേ കട്ടേ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ആളോട് ഹട്ട കട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് വിളിച്ചോളൂ സർ. യെസ് അഭിനവ്, എന്താണ് ഹട്ട കട്ട എന്ന് പറഞ്ഞാൽ? അഭിനവേ അഭിനവേ പറഞ്ഞോ. ഹട്ട കട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിനവേ പറഞ്ഞോളൂ. യെസ്, നല്ല ഹെൽത്തിയും സ്ട്രോങ്ങും ശക്തിയായ മനുഷ്യന്മാരെയാണ് നമ്മൾ ഹട്ട കട്ട എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ആദ്മിയോ. എന്താണ് ആദ്മിയോ എന്ന് പറഞ്ഞാൽ? യെസ്, എത്ര ആളെ വിളിച്ചു സർ? ആദ്മിയോ, ഇതൊക്കെ പഠിച്ച കാര്യം, അതാണ് ഞാൻ മിണ്ടാത്തത്. യെസ്, ഡ്രിയ. എന്താണ് ഡ്രിയ? ആദ്മിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻസ, വെറും മെൻ. ഓക്കെ, മാന് മെൻ. ഓക്കെ, മാൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ ഫോം, മെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം ഉള്ള പുരുഷന്മാരെ നമ്മൾ മെൻ എന്ന് മാത്രമേ പറയുള്ളൂ, എസ് ചേർക്കില്ല. ഓക്കെ ഓക്കെ ഗുഡ്. അപ്പൊ എന്താണ്, കുറെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോയ്സ്, അല്ലെങ്കിൽ സോറി ബോയ്സ് പറയരുത്, ബോയ്സിൽ എടുക്കുകയാണ്, സ്ട്രോങ് ആയിട്ടുള്ള പുരുഷന്മാർ എന്ത് ചെയ്തു? അവരുടെ സേട്ട്. സേട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീനിങ് എഴുതണ്ട. സേട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോസ്. അവരെന്ത് ചെയ്തു? അവരുടെ ബോസ് ആയിട്ട് വന്നു. ഓക്കെ, ഹട്ടേ കട്ടേ ആദ്മിയോ കെ സേട്ട്. സേട്ട് എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ബോസ് ആയിട്ട് എന്ത് ചെയ്തു? അവിടേക്ക് വന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? കുറച്ച് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള, എന്താണ്, കുറച്ച് എന്താണ്, അപൂർവമായിട്ടുള്ള കുറച്ച് തന്ത്രങ്ങൾ, അല്ല അപൂർവമായിട്ടുള്ള കുറച്ച് ട്രിക്കുകൾ അവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയായിരിക്കും അവർ ഈ ട്രിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? യെസ്, ഒരാളെ വിളിച്ചത് സർ. എന്തിനു വേണ്ടിയായിരിക്കും അവർ ഈ ട്രിക്കുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? യെസ് വിളിച്ചോളൂ സർ. അമ്മയ, എന്തുകൊണ്ടായിരിക്കും അമ്മയ അവർ ഈ ട്രിക്കൊക്കെ പ്ലാൻ, എന്തിനായിരിക്കും അവർ ഈ ട്രിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? അമ്മയ ഒന്ന് പറഞ്ഞു നോക്കി, കിട്ടും. യെസ്, വെരി ഗുഡ്. ജൂലിയ മരത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകളാണ് അവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഇങ്ങനെ എന്താണ്, ഷഡ്യന്ത്ര രചിത എന്ന് പറഞ്ഞവർ ഇങ്ങനെ ട്രിക്കുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുട്ടീനെ മരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കിയേ, ഹട്ടേ കട്ടേ ആദ്മിയോ കെ സേട്ട്. സേട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഒരാൾ വിളിച്ചത്. സേട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് വിളിച്ചോളൂ സർ. അർപ്പിത, സേട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അർപ്പിതേ, സേട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ദൈവമേ, സ്ക്രീനിൽ ഉണ്ടായിട്ടാണ് അവള് ഫാനിൽ നോക്കണത്. എന്താണ് സേട്ട് എന്ന് പറഞ്ഞാല്? ഓക്കെ, ആരുടെ ബോസാണ് അപ്പൊ ഈ സേട്ട്? അത് പറഞ്ഞേ. വെരി ഗുഡ്. മരം മുറിക്കാൻ വന്ന തടിമാടമായിട്ടുള്ള ആൾക്കാരുടെ ആരാണ്? ബോസാണ് ഈ സേട്ട് എന്ന് പറയുന്ന ആള്. ഇനി അടുത്ത നോക്കിയേ, അജീബോ ഗരീബ് തർക്കീബേ. അജീബോ ഗരീബ് തർക്കീബേ എന്ന് പറഞ്ഞാൽ എന്താണ്? അജീബോ ഗരീബ് എന്ന് പറഞ്ഞാൽ, അജീബോ ഗരീബ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള. ഓക്കെ, അജീബോ ഗരീബ് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ള,
തർക്കീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിക്ക്. അജീബോ ഗരീബ് തർക്കീബേ എന്ന് പറഞ്ഞാൽ ട്രിക്ക്. ലഗായി, അവർ കൊടുത്തു നോക്കി. അപ്പൊ എന്തൊക്കെയാണ് ട്രിക്സ് എന്നാണ് ഈ അടിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നോക്കാലോ? റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കബി പേടിക്കെ നീച്ചെ, ചിലപ്പോ എന്ത് ചെയ്യും? മരത്തിന്റെ അടിയിലിട്ടാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് മരത്തിന്റെ മുകളിൽ പറത്തുന്ന സാധനമല്ലേ? കേക്ക്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ചില സമയത്ത് കബി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? മരത്തിന്റെ അടിയിൽ. പേടിക്കെ നീച്ചെ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ അടിയിൽ എന്താണ് ചെയ്യണത്? ഹെലികോപ്റ്റർ പർ തേജ് ഷോർ മച്ചായ. ചില ദിവസങ്ങൾ എന്ത് ചെയ്യും? രാവിലെ തന്നെ എന്ത് ചെയ്യും? ഹെലികോപ്റ്റർ മരത്തിന്റെ അടിയിൽ കൊണ്ടിട്ടിട്ട് അതിട്ട് കറക്കും. അപ്പൊ ഈ ഹെലികോപ്റ്റർ കറങ്ങുമ്പോൾ നമ്മുടെ ചെവിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. നമ്മളെ സൈഡിൽ നിന്ന് ഈ ഹെലികോപ്റ്റർ കറങ്ങണത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ചെവിക്ക് ഡിസ്റ്റർബൻസ് തോന്നും. ഭയങ്കര ഇറിറ്റേഷൻ ആണ്. നമുക്ക് ചെവി ഇങ്ങനെ ചൊറിയണ പോലെ തോന്നും. ബിക്കോസ് നമ്മൾ ഇവിടെ നിൽക്കുകയാണ്, നമ്മുടെ തൊട്ടടുത്തൊരു ഹെലികോപ്റ്റർ ഇങ്ങനെ അതിന്റെ വിങ്സ് വെച്ചിട്ട് കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് ചെവിയിൽ. ഓക്കെ, അപ്പൊ അതുപോലെ ചെയ്യാൻ തുടങ്ങി. ആ കുട്ടിക്ക് ഇറിറ്റേഷൻ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ വേണ്ടി എന്ത് ചെയ്തു? ആദ്യം ഹെലികോപ്റ്റർ മരത്തിന്റെ അടിയിലിട്ട് കറക്കാൻ തുടങ്ങി. അതാണ് ഏറ്റവും ആദ്യം. നോക്കിയേ, ലൗഡ് സ്പീക്കർ പർ തേജ് ഷോർ മച്ചായ. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ലൗഡ് സ്പീക്കർ പർ തേജ് ഷോർ മച്ചായ. ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൗഡ് സ്പീക്കറിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഭയങ്കര തേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ വോളിയം. തേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ വോളിയത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒച്ചയെടുക്കാൻ, ശബ്ദം വെക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, തേജ് ഷോർ മച്ചായ എന്ന് പറഞ്ഞാൽ വളരെയധികം ഒച്ചത്തിൽ, ഭയങ്കര അധികം ഒച്ചയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി അവര്? ശബ്ദം. എന്ത് ശബ്ദമാണ്? ലൗഡ് സ്പീക്കറിൽ ശബ്ദം വെക്കാൻ തുടങ്ങി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, കബി പേടിക്കെ ഊപ്പർ. ചില ദിവസങ്ങൾ എന്താണ്? പേടിക്കെ ഊപ്പർ, മരത്തിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യും? അവര് ഹെലികോപ്റ്റർ പറത്തിവിടും. ഓക്കെ, കബി പേടിക്കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉടാ ഉടാക്കർ ലടുക്കി കോ രാത് രാത് ഭർ ജഗായെ റക്കാം. ചില ദിവസങ്ങൾ അവർ എന്ത് ചെയ്യാറുണ്ട്? ഹെലികോപ്റ്റർ അടക്കം പറപ്പിക്കാറുണ്ട്. എങ്ങനെയാണ് പറപ്പിക്കുന്നത്? മരത്തിന്റെ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കും. ഉടാ ഉടാക്കർ എന്ന് പറഞ്ഞാൽ പറപ്പിച്ചുകൊണ്ടേയിരിക്കുക, പറത്തിക്കൊണ്ടേയിരിക്കും. അവര് നിർത്തില്ല. രാത്ത് മുഴുവൻ, രാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി മുഴുവനും എന്ത് ചെയ്തോണ്ടിരിക്കും? ഇതിങ്ങനെ പറത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുമ്പോ ആ പെൺകുട്ടിക്ക് ഉറങ്ങാൻ പറ്റുമോ? യെസ്. ഒരാളെ വിളിച്ചേ സർ, രാത്രി സമയത്ത് ഭയങ്കര ശബ്ദം, കട 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 കടകടാന്ന് ഇങ്ങനെ ശബ്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പൊ ആ കുട്ടിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? യെസ്, വിളിച്ചോളൂ സർ. ജോവാന, ആ കുട്ടിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? ജോവാന കുട്ടി, ഗുഡ് മോർണിംഗ് ജോവാന. ജോവാന, ഉറങ്ങാൻ പറ്റുമോ ആ കുട്ടിക്ക്? ഇങ്ങനെ രാത്രി മൊത്തം ഇങ്ങനെ തലയ്ക്ക് മുകളിൽ ഹെലികോപ്റ്റർ ഇട്ട് പറപ്പിക്കുകയാണെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല, ഉറങ്ങാൻ പറ്റില്ല. ഓക്കെ, വെരി ഗുഡ്. അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കുട്ടിക്ക് ഉറങ്ങാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അതന്നെ ഇവിടെയും പറയണത്. രാത് രാത് ഭർ ജഗായ റക്ക, കുട്ടിനെ ഉണർത്തി വെക്കാൻ വേണ്ടി. അതായത് ഉറക്കം കിട്ടാണ്ട് ആ കുട്ടി ഇറങ്ങി പോട്ടെ, അല്ലെങ്കിൽ ശബ്ദം കൂടിയിട്ട് ആ കുട്ടി ഇറങ്ങി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവര് പല അടവും എന്ത് ചെയ്തു? പയറ്റി നോക്കി. പക്ഷേ ഷീ വാസ് വെരി സ്റ്റബൺ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് വിചാരിച്ച് തന്നെയാണ് ആ പെൺകുട്ടി എന്ത് ചെയ്തത്? മരത്തിന്റെ മുകളിൽ കയറിയത്. ശ്രീബാലെ, ഓക്കെ ശ്രീബാല, ആരാ മരത്തിന്റെ മുകളിൽ കയറിയതെന്ന് വിളിച്ചത് സർ? ശ്രീബാലിനെ വിളിച്ചോളൂ സർ. ആരാ മരത്തിന്റെ മുകളിൽ കയറിയത്? ശ്രീബാലെ, ജൂലിയ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. സോ ഇറങ്ങാനോ യാതൊരുവിധ ഉദ്ദേശം ഇല്ലാണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്തത്? മരത്തിന്റെ മുകളിൽ കയറിയിരുന്നത്. ഓക്കെ, അപ്പൊ രാത് രാത് ഭർ ജഗായെ റക്ക എന്ന് പറഞ്ഞാല് രാത്രി മുഴുവനും ഈ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കാരണം ആ കുട്ടീനെ എഴുന്നേപ്പിച്ച്, ആ കുട്ടിക്ക് ഉറങ്ങാനേ പറ്റിയില്ല എന്നുള്ളൊരു മീനിങ് ആണ്. ജഗായെ റക്ക എന്ന് പറഞ്ഞാല് കണ്ണും വിഴിപ്പിച്ച് എഴുന്നേപ്പിച്ച് നിർത്തി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, കഴിയാറായി. ഓക്കെ, അപ്പൊ എന്നിട്ട് ആ കുട്ടി ഇവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടി തിരിച്ച് അവരോട് മറുപടി പറയാണ്, തും ഹമാരി ദോസ്തി കബി നഹി തോട് പാവോഗെ. നിനക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ആരോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക കുട്ടി? യെസ്, അടുത്ത ആളെ വിളിച്ചത് സർ. ഈ സ്റ്റേറ്റ്മെന്റ് ആരോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, വിളിച്ചോളൂ സർ. ഐഷ. ആരോടായിരിക്കും ഐഷ ഈ പെൺകുട്ടി ഇങ്ങനെ പറയണത്? നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്ന് ആരോടായിരിക്കും ഐഷ പറഞ്ഞിട്ടുണ്ടാവുക? മരം വെട്ടാൻ വന്ന ആൾക്കാരുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അതാരാണ്? യെസ്, അടുത്ത ആളെ വിളിച്ചത് സർ. മരം വെട്ടാൻ വന്ന ആൾക്കാർ ആയിഷ പറഞ്ഞു. അപ്പൊ അത് കൂടാണ്ട് അവരുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അതാരാണത്? യെസ്, വിളിച്ചോളൂ സർ. ഗൗതം. അപ്പൊ ഗൗരി എവിടെ? അല്ലല്ലേ, സോറി. അപ്പൊ ഗൗതം എവിടെ? ആ, മരം വെട്ടാൻ വന്ന ആൾക്കാരുടെ കൂടെ ഉണ്ടായ ഒരാളും കൂടി ആരാണ്? ഗൗതമേ, ഗൗതം. മരം വെട്ടാൻ വന്ന ആൾക്കാര് പിന്നീട് ആയപ്പോ വേറൊരാളും കൂടെ കൂട്ടി. അതാരാണ്? ഗൗതം ഒന്ന് അൺമ്യൂട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തേക്കമാൻ.
വന്നില്ല. യെസ്, അടുത്ത ആൾ വിളിച്ചോളൂ സർ. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും ഗൗതമേ. ഓക്കെ, നിഫ്ല. ആരായിരിക്കും നിഫ്ല? ഈ മരം വെട്ടാമെന്ന ആൾക്കാരുടെ കൂടെ വന്ന അടുത്തൊരൊറ്റ ആള് അതാരാണ്? ബോസ് അല്ലേ? വെരി ഗുഡ്, ബോസ് ആണ്. ഓക്കെ, അപ്പോ ഇവരോടായിട്ട് ഈ മൊത്തം ആൾക്കാരോട് എന്ത് ചെയ്യണം? ഈ പെൺകുട്ടി പറയാണ്, തും ഹമാരി ദോസ്തി കബി നഹി തോട് പാവോगे. നിനക്ക് ഒരു കാലത്തും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നശിപ്പിക്കാൻ പറ്റില്ല, അതിനെ തകർക്കാൻ പറ്റില്ല എന്ന് ആ പെൺകുട്ടി പറയാണ്. തും ഹമാരി, നീ ഞങ്ങളുടെ, ഹമാരി എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ, ദോസ്തി, ആരൊക്കെയാണ് ഈ ഞങ്ങള്? ആരൊക്കെയാണ് ഈ രണ്ടാൾക്കാർ? ഞങ്ങളുടെ ദോസ്തി എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പ് ആണ് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഇവിടെ രണ്ടുപേര് ആ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാർ? യെസ് വിളിച്ചോളൂ സർ. സേറ. ആരാണ് സേറ? രണ്ടാൾക്കാര് ഫ്രണ്ട്ഷിപ്പിലുള്ള രണ്ടാൾക്കാർ ആരൊക്കെയാണ്? മരവും ജൂലിയും. ഓക്കെ, തും ഹമാരി ദോസ്തി കബി നഹി തോട് പാവോगे. നിനക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, അതായത് മരത്തിന്റെയും എന്റെയും ഫ്രണ്ട്ഷിപ്പ് നിനക്ക് ഒരു കാലത്തും, കബി നഹി എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും, തോട് പാവോगे ഒരിക്കലും നിനക്ക് അത് തകർക്കാൻ പറ്റില്ല എന്ന് പറയാണ്. കണ്ടു നോക്കിയേ, ലഡ്കി ബുലന്ദ് ആവാസ് മേ ഉന്നെ കഹതി. ബുലന്ദ് എന്ന് പറഞ്ഞാൽ നല്ല ഉയർച്ച, നല്ല ഉച്ചത്തോടെ എന്ത് ചെയ്യാണ് ആ പെൺകുട്ടി ഈ കാര്യം പറയണം. ബുലന്ദ് എന്ന് പറഞ്ഞാല് വളരെയധികം ഉച്ചത്തോടെ, ഓക്കെ, വളരെയധികം ഉച്ചയിൽ എന്ത് ചെയ്യണം, ഭയങ്കര ഒച്ച എടുത്തിട്ട് ആ പെൺകുട്ടി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം. എന്താ പറയുന്നത്? യെസ്, അടുത്തൊരാൾ വിളിച്ചു സർ. എന്താണ് ആ പെൺകുട്ടി പറയുന്ന കാര്യം? യെസ് വിളിച്ചോളൂ സർ. പവിത്ര. എന്താണ് പെൺകുട്ടി പറയുന്ന കാര്യം? പവിത്ര ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്താണ് ആ പെൺകുട്ടി പറയണേ? നിനക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു കാലത്തും തകർക്കാൻ കഴിയില്ല എന്ന് നല്ല കോൺഫിഡൻസോട് കൂടിയ പെണ്ണ് ഭയങ്കര ഉച്ചത്തിൽ എന്ത് ചെയ്യാണ്, പറയുകയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് രാജ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് രാജ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ, യെസ്, വെരി നൈസ്. ഇനി അടുത്ത നോക്കിയേ, ഉനക്കി അനോഖി ദോസ്തി. ഉനക്കി അനോഖി ദോസ്തി. ഉനക്കി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? രണ്ടുപേര്. ഉനക്കി എന്ന് പറഞ്ഞാല് ആ ഗേളും ആ പേടും. ഓക്കെ, ഉനക്കി അനോഖി ദോസ്തി കാ കിസ്സ. ഉനക്കി അനോഖി ദോസ്തി കാ കിസ്സ. അനോഖി എന്ന് പറഞ്ഞാൽ യുണീക്ക്. ഓക്കെ, യുണീക്ക് ആയിട്ടുള്ള ദോസ്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്. കാ കിസ്സ, അതായത് ഇവരുടെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഈ ഒരു സ്റ്റോറി. കിസ്സ എന്ന് പറഞ്ഞാൽ സ്റ്റോറി എന്നാണ് അർത്ഥം. ഓക്കെ, ദുനിയാ ഭർ മേ മഷൂർ ഹോ ഗയാ. ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ ലോകമെമ്പാടെ എന്തായി? ഫേമസ് ആയി. മഷഹൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായി അല്ലെങ്കിൽ ഫേമസ് ആയി എന്ന് പറയാണ്. ഓക്കെ, മഷഹൂർ ഹോ ഗയാ. ഇനി അടുത്ത് നോക്കിയേ, ഉനക്കെ ഈർദ് ജിദ് ഹസാരോ ലോഗ് ഇക്കട്ടാ ഹോനെ ലഗെ. ഈർദ് ജിദ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവരുടെ ചുറ്റും. ഓക്കെ, അവരുടെ ചുറ്റും എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ. ഹസാറോ ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ഈ ഒരു കാഴ്ച, അവർ ഒരുമിച്ച് താമസിക്കുന്ന, ഒരുമിച്ച് അവരുടെ ഉള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണാൻ വേണ്ടി പല സ്ഥലത്തു നിന്ന് ആൾക്കാർ അവിടെ വന്ന് എന്തായി, അവിടെ വന്ന് ഒത്തുചേർന്നു എന്ന് പറയണം. എന്ത് കാണാൻ വേണ്ടി? അവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്വയം നേരിട്ട് കാണാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഈ ലോകത്തുനിന്ന് വന്നു എന്ന് പറയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്, ഒരു കൂട്ടം ആൾക്കാർ ലോകത്തുനിന്ന് പല സ്ഥലത്തു നിന്നും ഇവരുടെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ആ മരത്തിന് ചുറ്റും വന്ന് നിന്നു എന്ന് പറയാം. ഇനി അടുത്ത നോക്കിയേ, നോക്കിയേ, हट्टे कट्टे आदमियों और उनके सेठ को लड़की पेड़ उनकी दोस्ती और हजारों दोस्तों से डर लगने लगा था. ഇനി ശ്രദ്ധിക്കാട്ടോ, ഹട്ടേ കട്ടെ ആദ്മിയോ. ഹട്ടേ കട്ടെ ആദ്മി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ചില്ലാരും. ഹട്ടേ കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ്. സ്ട്രോങ് ആയിട്ടുള്ള ആദ്മി. ആദ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര്. ഓർ ഉനിക്കെ സേട്ട്, സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യന്മാരും അവരുടെ ബോസിനും എന്താണ്? ലടുക്കി, പെൺകുട്ടി, പേട്, ലടുക്കിയും ആ പെൺകുട്ടി, സോറി, ലടുക്കിയും ആ പേടിന്റെ, അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ്. ഉനിക്ക് ദോസ്തി, അവരുടെ ഫ്രണ്ട്ഷിപ്പ്. ഓർ ഉനിക്ക് ഹസാറോ ദോസ്ത്, അത് കൂടാണ്ട് അവരുടെ ആയിരക്കണക്കിന് മറ്റുള്ള കൂട്ടുകാര്. അപ്പൊ ഈ ആയിരക്കണക്കിനുള്ള മറ്റുള്ള കൂട്ടുകാർ ആരൊക്കെ ആയിരിക്കും? യെസ്, ഒരാളെ വിളിച്ചു സർ. ആയിരക്കണക്കിനുള്ള മറ്റുള്ള കൂട്ടുകാർ ആരൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്? യെസ് വിളിച്ചോളൂ സർ. ദർശന, ആയിരക്കണക്കിനുള്ള മറ്റുള്ള കൂട്ടുകാർ ആരൊക്കെ ആയിരിക്കും? ദർശന, ജൂലിയയും മരവും കൂടാണ്ട് ബാക്കി ആയിരക്കണക്കിനുള്ള കൂട്ടുകാർ ആരായിരിക്കും? വെരി ഗുഡ്, ബാക്കിയുള്ള മരങ്ങള്. ഓക്കെ, ജൂലിയ ഒരു മരത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ബാക്കിയുള്ള മരത്തിന് ഈ പ്രശ്നങ്ങൾ വന്നാൽ ജൂലിയ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടിയും ഇങ്ങനെ ചെയ്യും. സോ ജൂലിയയുടെ കൂട്ടുകാരാണ് എന്ത്? ഈ ലോകത്തുള്ള ബാക്കി എല്ലാ മരങ്ങളും. അപ്പൊ സേട്ടിനും സേട്ടിന്റെ കൂടെ വന്ന ആ ഒരു ഹട്ടാക്കട്ട ആദ്മിക്ക് മനസ്സിലായി, ശരിയാണ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് പ്രശ്നത്തിലാകും, അല്ലെങ്കിൽ പേടിച്ചേ പറ്റൂ. ബിക്കോസ് മരം ഇവളുടെ കൂടെ ഉണ്ട്, ഇവള് മരത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു മരവും നമുക്ക് വെട്ടാൻ പറ്റില്ല എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടി. ആർക്ക് കിട്ടി? സേട്ടിനും സേട്ടിന്റെ
പങ്കാളികൾക്കും ഇങ്ങനത്തെ ഒരു ഐഡിയ കിട്ടിയ എന്തൊക്കെയായാലും ഇനി മരങ്ങളൊന്നും മുറിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഐഡിയയിലേക്ക് അവരെത്തിയ പറയാണ്. അവർക്ക് ആരോടൊക്കെയാണ് പേടിയായത്? ലഡിക്കിനോട് ഭയമായി. അതുകൂടാണ്ട് ലഡിക്കിന്റെ മരം, ലഡിക്കി സപ്പോർട്ട് ചെയ്യുന്ന മരത്തിനോടൊരു ഭയം തോന്നി, അവരുടെ ഫ്രണ്ട്ഷിപ്പിനോട് ഭയമായി. അത് കൂടാണ്ട് ഈ ലോകത്തുള്ള ബാക്കി എല്ലാ മരങ്ങളെയും അവരെന്ത് ചെയ്യാൻ തുടങ്ങി? പേടിക്കാൻ തുടങ്ങി. ഡർ ലഗനെ ലഗ, ഡർ ലഗനെ ലഗ എന്ന് പറഞ്ഞാല് ഭയമാകാൻ തുടങ്ങി ഇവരോടൊക്കെ. നമ്മുടെ സേട്ടിനും സേട്ടിന്റെ ബാക്കിയുള്ള പങ്കാളികൾക്കും എന്തായ ഒരു ചെറിയൊരു ഭയമാവാൻ തുടങ്ങി എന്ന് പറയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് തലാട്ടിക്ക്, ക്ലിയർ ആണെങ്കിൽ ഒന്ന് തലാട്ടിക്ക്. യെസ്, വെരി നൈസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ഓക്കെ 738 ദിനോ. 738 എന്ന് പറഞ്ഞാല് 728. ഓക്കെ, 728 दिनों तक 728 दिनों तक पेड़ काटने का इंतजार करने के बाद. അപ്പൊ അവർ എത്ര ദിവസമാണ് കാത്തിരുന്നത്? 738 ദിവസങ്ങൾ അവരുടെ കാത്തിരിപ്പ് വിരമിച്ചു. 738 ദിവസം അവർ കാത്തിരുന്നതിന് ശേഷം ഇന്തിസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാത്തിരിക്കുക. എന്തിനാണ് അവർ കാത്തിരുന്നത്? യെസ്, അടുത്ത ആൾ സർ, എന്തിനായിരിക്കും അവർ കാത്തിരുന്നിട്ടുണ്ടാവുക? വിളിച്ചോളൂ സർ. പർവാന, കൈ ശരിയായില്ലേ? പർവാന ഇല്ല. ഓക്കെ, പർവാന കുട്ടി കൈ വേദനുണ്ടോ ഇപ്പോഴും? ഓക്കെ, സോ ഈ 738 ദിവസം അവർ എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത് ഈ മരം വെട്ടുകാര്? യെസ്, കുട്ടി ഇറങ്ങാൻ വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. ഓക്കെ, സോ 738 ഡേയ്സ് അവർ കാത്തിരുന്നു. ഇന്തിസാർ എന്ന് പറഞ്ഞാൽ കാത്തിരുന്നു എന്നാണ് അർത്ഥം. കർണേക്കെ ബാദ്, ഇങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞിട്ട്, ഏക് ദിൻ ഒരു ദിവസം, വഹ് ആദ്മി ചുപ്ചാ വഹാ സെ ചലേ ഗയേ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ദിവസം, ഇത്രയും കാത്തിരിപ്പിന് ശേഷം ഒരു ദിവസം അങ്ങനെ അവര് എന്ത് ചെയ്യാണ്? അവർ ഡ്രോപ്പ് ചെയ്യാണ്. എന്തായാലും പെൺകുട്ടി ഇറങ്ങില്ല, അവിടെ തന്നെ ഇരിക്കട്ടെ വെച്ചിട്ട് അവർ എന്ത് ചെയ്യണം? അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ചുപ് ചാപ് വഹാ സെ ജാനേ ലഗേ. ഓരോ ആൾക്കാരായിട്ട് അവർ അവിടെ നിന്ന് പോവാൻ തുടങ്ങി എന്ന് പറയാണ്. എന്നിട്ട് ആ പെണ്ണിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വാദ കരോ. വാദ എന്ന് പറഞ്ഞാൽ പ്രോമിസ് ചെയ്തേ. വാദ എന്ന് പറഞ്ഞാൽ ടു പ്രോമിസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? ശപഥം ചെയ്യാൻ ഒക്കെ രീതിയിൽ ആ പെൺകുട്ടി പറയാണ്. വാദ കരോ യഹാ കെ കിസി ബി പേട് കോ കബി നഹി കാട്ടോगे. നിങ്ങൾ പ്രോമിസ് ചെയ്യണം ഈ ചുറ്റളവിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഒരു മരത്തിനെ പോലും നിങ്ങൾ വെട്ടില്ല എന്ന് പ്രോമിസ് ചെയ്യാൻ പറയാണ്. ഓക്കെ, യെസ്, വെരി നൈസ് മാളവിക. 2 years 8 days ആണ് ആ പെൺകുട്ടി മരത്തിൽ നിന്നത് അല്ലെ? 2 weeks and 8 days. 2 years and 8 days. നിങ്ങൾ നിൽക്കും ഒരു മരത്തിൽ അങ്ങനെ? സത്യസന്ധമായിട്ടും ചാറ്റാണിച്ച് നിൽക്കുമെങ്കിൽ മാത്രം. നടക്കാൻ പോകുന്നില്ലല്ലേ? ഇല്ലേ, നമ്മളായാലും നിൽക്കില്ല. ഞാൻ എന്തായാലും നിൽക്കില്ല, മരം കൂടെ കയറില്ല അല്ലേ? സാർ എന്ത് പറയണു? ഞാൻ വീട്ടിൽ നിന്നോളാം. ഓക്കെ, യെസ്, അതാണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പം അല്ലേ? അപ്പൊ ആ പെൺകുട്ടി ഇങ്ങനെ ആൾക്കാർ 1 by 1 അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ആ പെൺകുട്ടി മെയിൻ ആയിട്ട് പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാല് പ്രോമിസ് ചെയ്യാൻ പറഞ്ഞു. എന്താണ് പ്രോമിസ് ചെയ്യാൻ പറഞ്ഞത്? കിസി ബി പേട് കോ കഭി നഹി കാട്ടോगे. ഒരു മരത്തിനെ പോലും നിങ്ങൾ എന്ത് ചെയ്യില്ല? നിങ്ങൾ വെട്ടില്ല എന്ന് പ്രോമിസ് ചെയ്യാൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? ആ സേട്ടിനോടും സേട്ടിന്റെ ആൾക്കാരോടും പറഞ്ഞു. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലഡ്കീനെ സേട്ട് സേ വാദാ ലേ ലിയ. വാദാ ലേ ലിയ എന്ന് പറഞ്ഞാൽ ശപഥം ചെയ്ത് വാങ്ങിച്ചു എന്ന് പറയാണ്. ആരാണ് വാങ്ങിച്ചത്? സോറി സർ, ആരാണ് വാങ്ങിച്ചത്? ലഡ്കി. ലഡ്കി എന്ത് ചെയ്തു? ശപഥം ചെയ്ത് വാങ്ങിച്ചു. അതായത് ഈ പണി നിങ്ങൾ ചെയ്യില്ല എന്ന് ശപഥം ചെയ്ത് വാങ്ങിച്ചു. സാരേ പേട് ബജ്കെ, അതായത് അവിടെയുള്ള എല്ലാ മരങ്ങളും എന്താണ്? രക്ഷപ്പെട്ടു എന്ന്. സാരേ പേട്, എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു എന്ന് പറയണത്. ഒരു മരത്തിനെയും പിന്നെ അവർ വെട്ടാനുള്ളൊരു ഒരു 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 ഇന്റൻഷൻ അവർ കാട്ടിയില്ല. വെട്ടണ്ട എന്നുള്ളൊരു മൈൻഡിൽ തന്നെ അവർ അവിടെ നിന്ന് പോയി. ഇനി നോക്കി, ഉസ് ലഡ്കി കാ നാം ഹേ ജൂലിയ. ആ പെൺകുട്ടിയുടെ പേരാണ് എന്ത്? ജൂലിയ. ഉസ് പേട് കാ നാം ഹേ ലൂണ. ആ പേട്, ആ മരത്തിന്റെ പേര് എന്താണ്? ലൂണ എന്നാണ് മരത്തിന്റെ പേര്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ദോനോ ആജ് ബി പക്കേ ദോസ്ത് ഹെ. രണ്ടുപേരും ഇപ്പോഴും നല്ല ഉറപ്പുള്ള ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ നല്ല നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന, നല്ല ബോണ്ടിങ് ഉള്ള പക്കേ ദോസ്ത് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് അവർ ഇപ്പോഴും ഇരിക്കുന്നു എന്ന് പറയണം. ആരൊക്കെയാണ് രണ്ടുപേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്? സ്റ്റീവ് റോക്കി. ആരാണ് സ്റ്റീവ്? ആ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ്? രണ്ടുപേര്. വെരി ഗുഡ്, ജൂലിയ, ലൂണ. അപ്പൊ ലൂണ ആരാണ്? യെസ്, അടുത്ത ആളെ വിളിച്ചു സർ. ലൂണ. ലൂണ അതാരാണ്? ലൂണ. യെസ് യെസ്, ഒരാളെ വിളിച്ചു സർ.
ആദിദേവേ, ലൂണ ആരാണ് ആദിദേവേ? മരം. ഓക്കെ, സോ ഇതോടെ നമ്മുടെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവേണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും പറഞ്ഞ അത്രയും കാര്യങ്ങൾ ചാപ്റ്റർ കഴിഞ്ഞു? യെസ്, ചാപ്റ്റർ കഴിഞ്ഞു. ഒന്ന് കൈയടിച്ച്. യെസ്, ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. പഠിച്ചില്ലേ? ചാപ്റ്റർ ക്ലാസ്സിൽ തന്നെ നമ്മൾ മാക്സിമം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കൂടി ചാപ്റ്റർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചിട്ട് വരാം. പ്ലീസ്, ഒരു പ്രാവശ്യമെങ്കിലും ചാപ്റ്റർ വായിച്ച് അർത്ഥങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊന്ന് കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഓക്കെ, അപ്പൊ ചാപ്റ്റർ കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കി കാണിച്ചേ. ഓക്കെ, ഓക്കെ ഒന്ന് കാണിച്ചേ. ഓക്കെ, യെസ്, വെരി നൈസ്, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ഇനി കൂടുതൽ 8 ആയി ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കാണാം നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് സ്കൂളിലൊക്കെ പോയി എൻജോയ് ചെയ്യുക. ഗെയിംസ് പീരീഡ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല, മഴയാണ് ഫുള്ള്. ഓക്കെ, അപ്പൊ എന്തായാലും ധന്യവാദ്. ഓക്കെ, ധന്യവാദ്, ശുക്രിയ അല്ലേ? ശുക്രിയ അല്ലേ? യെസ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. ഡൗട്ട് ഉള്ളവർ സ്റ്റേ ബാക്ക് ചെയ്യുക, ബാക്കി എല്ലാവർക്കും മീറ്റിംഗ് ലീവ് ചെയ്യാം. എക്സാം ഡൗട്ട് ആണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ മെന്ററിന് അയച്ചു കൊടുക്കാം. ഓക്കെ, സോ ബൈ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്.